ചേട്ടാ എവിടെ? ഞങ്ങൾ നിന്റെ ക്ലബ് എഫ്എമ്മിൽ ഇന്റർവ്യൂല് വരുന്നില്ലേ? ശരി ശരി. ആ മൂന്നാമത്തെ സ്റ്റാർട്ടിലുണ്ടല്ലോ. സ്റ്റാർട്ട് ചെയ്തോ. എന്താ മോനെ എന്താ നിന്റെ പ്രശ്നം? ഞാനും ടിനോവയായിട്ടുള്ള ഒരു ബന്ധം അങ്ങനെയാണ്. ടിനോവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയിൽ മരണമാസ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഫസ്റ്റ് വളർന്ന പോലെ അങ്ങനെ തന്നെ സ്വന്തം ഗുരുവിനെ ഗുരു പറയുന്ന ഡയലോഗ് ഇതാണ്: ഈ മന്ത്രം ആർക്കും പറഞ്ഞു തരത്തില്ല, മറ്റേതാണ്. അപ്പൊ പറയും ഗുരു ആ മന്ത്രം എനിക്ക് പറഞ്ഞ, ഞാൻ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാം. ഗുരു അപ്പൊ ചെവി പറഞ്ഞു കൊടുക്കുന്നു, എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് കത്തി വെച്ച് കുത്തുന്നു. രസമല്ലേ? ഒരു വലിയ ഹാള്, അതിനകത്ത് ചെറിയ റൂമുണ്ട്. അതിനകത്ത് നിന്ന് പാട്ട് കേൾക്കും. ഞാൻ തുറന്നു നോക്കിയപ്പോഴേ 3 മാസ്റ്റർമാര് നിർത്തി പഠിപ്പിക്കുക. രാവിലെ തുടങ്ങിയതാ, 6:30 തുടങ്ങിയതാ, 9 മണിക്ക് കണ്ട പരിപാടി. 6 തൊട്ട് പ്രാക്ടീസാ. 32 ടേക്കാണ് അവസാനം പോയത്. അത് ഏകദേശം 40 സെക്കൻഡോളം ഉണ്ട്. ഇങ്ങനെ നിന്ന് കളിക്കണം. ഇത് കഴിയുമ്പോൾ വീണ്ടും ക്യാമറ വരുന്നത് ശരിയാകുന്നില്ലേ? ഫ്രണ്ട് നിന്ന് തെറ്റിക്കുക. ബാക്കി നിൽക്കുന്ന ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞ്. ഞാൻ തെറ്റിച്ചിട്ടാണോ 32? ഞാൻ എവിടെയും പറയും. അയ്യോടാ എടാ, ഫൈറ്റ് ഒക്കെ ചെയ്തത് നിനക്ക് ഓർമ്മയില്ലേ? അവിടെ കിടന്ന് ഉരുണ്ട് മറിഞ്ഞതൊക്കെ നീയൊക്കെ എന്ത് ചെയ്തിട്ടാ അവിടെ? ഞാനല്ലടാ മൊത്തം കഷ്ടപ്പെട്ടത്. എല്ലാ ദിവസവും രാത്രി അവിടെ വന്ന് ചെളിക്കകത്ത് ഉരുണ്ട് മറിഞ്ഞ് കിടന്നു. ഞങ്ങൾ അപ്പുറത്തെ സോഫയെ കിടക്കുമല്ലായിരുന്നോ? എല്ലാവരും അപ്പുറം ഉണ്ടല്ലോ. ഈ സ്കൂളിൽ പെട്ടെന്ന് തീവ്രവാദികൾ വരുമ്പോൾ ഞാൻ ചെന്ന് ഇല്ലേ അങ്കിൾ പണ്ട് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഡ്രൈവറിന് അറ്റാക്ക് വരുമ്പോ പെട്ടെന്ന് ചേട്ടനെ മാറ്റി, ചേട്ടാ ഞാൻ ഓടിക്കാം, അങ്ങനൊക്കെ ചിന്തിക്കും. ഇപ്പൊ പാടൂ? ഇല്ല. ക്ലബ് എഫ്എമ്മിൽ നല്ല പാട്ടുകൾ വരുമ്പോ പറഞ്ഞ ഇതിലൂടെ കയറി പോട്ടെ. അതായത് നമ്മളൊരു 5 പേരുണ്ടെങ്കിൽ 5 ചായ എന്ന് പറയും. പ്രൊഡ്യൂസർ അത് വിളിക്കും. എന്നിട്ട് ഒരു ചായ വന്നിട്ട് അത് നമ്മള് ഇന്നലെ എന്നിട്ട് എന്നെ കമന്റ് ഇട്ടിട്ടുണ്ട്: എന്നെ പറ്റി ഇന്റർവ്യൂവിൽ അനാവശ്യം പറയുന്നവരെ ഞാൻ കായികമായോ അല്ലാതെ നേരിടും എന്ന് പറഞ്ഞ ടൊവിനോ. അതിപ്പോ സിജു സണ്ണി ആയാലും ശരി, ബേസിൽ ജോസഫ് ആയാലും ശരി. പിന്നെ ഇതിന്റെ അകത്ത് എന്താ? ഇതിന്റെ അകത്ത് ഓക്കെയാ. 2024 ജൂലൈ 3 അന്നാണത് സംഭവിച്ചത്. ഒരു വലിയ യുദ്ധത്തിന്റെ തുടക്കം. അതെ, മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ പോരാട്ടം. മരണമാസിന്റെ പൂജ ദിവസം. ഞാൻ ജനിച്ചതിനെ പറ്റി പറയുന്നത്. 2024 പൂജാരയുടെ ദീപം കാണിക്കൽ തുടങ്ങിയിട്ട് ഇപ്പൊ ടിനോവയിലാണ് വന്ന് എത്തി നിൽക്കുന്നത്. എന്താണ് ഈ യാത്രയെ കുറിച്ച് പറയാനുള്ളത്? സന്തോഷമുണ്ട്. ഞാനും ടിനോവയായിട്ടുള്ള ഒരു ബന്ധം അങ്ങനെയാണ്. ടിനോവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയിൽ, ടിനോവ പ്രൊഡക്ഷൻ്റെ സിനിമയിൽ മരണമാസ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പോൾ വലിയൊരു തുടക്കം ഈ പറയുന്ന അന്നത്തെ പൂജാ ദിവസം ഉണ്ടായി. അതിനുശേഷം വച്ചടി കയറ്റമായിരുന്നു എല്ലാവർക്കും. പൂജാരിയുടെ ഇന്റർവ്യൂ ആരും കണ്ടിട്ടില്ല. സാധാരണ അങ്ങനെയാണ്, ആരാണോ കാരണക്കാരൻ അവന്റെ ഇന്റർവ്യൂ. പൂജാരിയുടെ ഇന്റർവ്യൂ ഞാൻ എങ്ങും കണ്ടില്ല. അതിനുശേഷം പിന്നെ ഏർന്ന് ഇറങ്ങാൻ സമയം കിട്ടിയിട്ടില്ല. അതിലൊരു സന്തോഷം. ആംഗ്രി യങ്സ്റ്റാർ, നോട്ടി സൂപ്പർ സ്റ്റാർ, സാഡ് സൂപ്പർ സ്റ്റാർ. ശരിക്കും ഇതിൽ ആരാണ് ചേട്ടൻ? പടത്തിൽ ഇനിയുണ്ട് വേറെ എന്തൊക്കെയോ ബാലൻസിങ് സ്റ്റാർ ഉണ്ട്. അങ്ങനെയൊന്നുമില്ല, എല്ലാം ഉണ്ട്. സാഡ് ആവേണ്ട സമയത്ത് സാഡ് ആവും, ആംഗ്രി ആവേണ്ട സമയത്ത് ആംഗ്രി ആവും. പിന്നെന്താണ് നോട്ടി ആവേണ്ട സമയത്ത് നോട്ടി ആവും. ബാലൻസിങ് സ്റ്റാർ മാത്രമേ എനിക്ക് അറിഞ്ഞൂടാ, അത് ഇവന്മാരിട്ടതാണ്. അത് ഈ സുഹൃത്തുക്കളുടെ സിനിമയിൽ അഭിനയിച്ചാലുള്ള കുഴപ്പം ഇതാ, നമുക്ക് തലങ്ങും വിലങ്ങും പണിയായിരിക്കും. ഒരു മര്യാദയ്ക്ക് ഒരു സിനിമയിൽ അഭിനയിച്ച് സിനിമ ഇറക്കാന്നുള്ളതൊന്നും നടക്കുന്ന കാര്യമല്ല. എവിടെ നിന്നൊക്കെ പണി തരാൻ പറ്റും? ഇതൊന്നും സ്ക്രിപ്റ്റിലില്ലായിരുന്നു. അതൊക്കെ സിനിമ ഷൂട്ട് ചെയ്ത് എഡിറ്റിങ്ങിൽ അവന്മാർ അവിടെ ഇരുന്നിട്ട് ഉണ്ടാക്കിയതാണ്. അവന്റെ ഐഡിയാസ് ഇവിടെ ഇങ്ങനെ ഒരെണ്ണം അങ്ങനെ ഒരു 5-6 സ്ഥലത്തുണ്ട് ഇതിന്റെ അകത്ത് മൊത്തത്തിൽ. ബാലൻസിങ് വെച്ചിരിക്കുന്ന ചമനാണ് ബാലൻസിങ് സ്റ്റാർ. അതെന്തുകൊണ്ടാണ് വെച്ചെന്ന് ചോദിക്കാൻ വരുമായിരുന്നു. പടത്തിലുണ്ട് അത് പടത്തില് അത് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. സിനിമയിലെ ഓരോ ഇമോഷൻ അനുസരിച്ച് ഇങ്ങനെ സൂപ്പർ സ്റ്റാർ എന്നുള്ള തസ്തികകൾ മാറിക്കൊണ്ടിരിക്കും.
ഏറ്റവും കൂടുതൽ സൂപ്പർ സ്റ്റാർ കാർഡുള്ള ഒരു പടമാണ്. അതെ. പക്ഷെ പ്രജണ്ടൻ സ്റ്റാർ വിട്ടുകൊടുത്തില്ലല്ലേ ആ ടൈറ്റിൽ ഇല്ല, മാത്രം. ഈ പടത്തിനകത്ത് അങ്ങനല്ല, അങ്ങനെ ഒരു ക്യാരക്ടർ അല്ല, പ്രചണ്ഡനല്ല. ഈ പടത്തിൽ നല്ലവനായ ഉണ്ണി എന്ന് പറയണം. നല്ലവനായ സ്റ്റാർ ആ ഈ മൂഡിലുള്ള. പടത്തിൽ തുടക്കത്തിൽ ഞാനൊരു കാർഡ് വെച്ചിട്ടുണ്ട്. ഞാൻ തന്നെ കൊടുത്ത ഹോൾ വേൾഡ് സിജു സണ്ണി ഫാൻസ് അസോസിയേഷൻ വെച്ചിട്ടുണ്ട്. കൊള്ളാം. അതിന്റെ സ്വന്തം ലോഗോ പടത്തിലല്ലേ ഇതൊക്കെ സ്വന്തം നടന്നത്? തലയായിരിക്കും. ആ, എന്റെ സ്വന്തം തല. പവി പറഞ്ഞിരിക്കുന്നത് ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ല കാർഡാണിതെന്ന്. നീ മാത്രം ഉള്ളല്ലോ അതിന്റെ അകത്ത്. അതെ. കൺവിൻസിംഗ് സ്റ്റാർ എന്നുള്ള ടൈറ്റിൽ ഉണ്ടോ? കൺവിൻസിംഗ് സ്റ്റാർ വെച്ചിട്ടില്ല. അത് വെക്ക്. അത് വെക്കത്തില്ല. ഭയങ്കര തിയേറ്റർ ഇളകും. അതറിയാം. ശരിക്കും ഷൂട്ട് സെറ്റിലായാലും സുരേഷന്റെ ഇതുപോലത്തെ കൺവിൻസിങ് സ്റ്റാർ മൊമെന്റ്സ് ഉണ്ടായിരുന്ന? ഓ പിന്നെ ഷൂട്ടിങ്ങിന്റെ സമയത്താണ് കൺവിൻസിങ് സ്റ്റാർ ആണ്. ഷൂട്ടിങ്ങിന്റെ സമയത്താണ് ഈ കൺവിൻസിംഗ് സ്റ്റാർ എന്ന് പറയുന്നത് ഭയങ്കര പോപ്പുലറാണ്. അതിനു മുമ്പ് ഇത് വേറൊരു രീതിയിൽ വൈറലാണ് ബേസിക്കലി. പക്ഷെ സുരേഷ് ഏട്ടൻ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഷൂട്ടിന്റെ സമയത്ത് അതങ്ങ് കത്തി പടർന്നു. ആ സമയത്താണ് സുരേഷ് ഏട്ടൻ നമ്മുടെ സെറ്റിലുള്ളത്. അപ്പൊ സുരേഷ് ഏട്ടൻ എന്താടാ അങ്ങനെ, എന്താണ് സംഭവം? അപ്പൊ സുരേഷ് ഏട്ടൻ തന്നെ പഴയ സിനിമയൊക്കെ എടുത്ത് ആലോചിക്കുമ്പോൾ വീഡിയോസ് ശരിയാണല്ലോ, പുള്ളിയും തിരിച്ചറിയുന്ന അവിടെ വെച്ചിട്ടാ. എന്നിട്ട് സുരേഷ് ഒരു തമിഴ് പടം, അത് പഴയൊരു പടം, കുറെ വർഷം ആദ്യത്തെ തമിഴ് പടം, ആദ്യത്തെ പടം, അത് നെഗറ്റീവുകൾ ത്രൂ ഔട്ട്. അതെ, ഞാൻ ഇതിനകത്ത് ഇത് തന്നെ ചെയ്തതെന്ന്. എന്നിട്ട് ആ പടത്തിനകത്ത് കാണിച്ച കറക്റ്റ് ഫസ്റ്റ് പടം മുതലേ അങ്ങനെ തന്നെ സ്വന്തം ഗുരുവിനെ കൊന്നു. എന്നിട്ട് ഗുരു പറയുന്ന ഡയലോഗ് ഇതാണ്: ഈ മന്ത്രം ആർക്കും പറഞ്ഞു തരത്തില്ല, മറ്റേതാണ്. അപ്പൊ പറയും ഗുരു ആ മന്ത്രം എനിക്ക് പറഞ്ഞ, ഞാൻ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാം. ഗുരു അപ്പൊ ചെവി പറഞ്ഞു കൊടുക്കുന്നു, എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് കത്തി വെച്ച് കുത്തുന്നു. ഇതാണ് ആ ഷോട്ട് തന്നെ. സുരേഷേട്ടനെ പാവത്തിനെ കൺവിൻസ് ചെയ്തിട്ടല്ലേ ഈ പടത്തിൽ അഭിനയിച്ചത്. ഈ കഥ പറഞ്ഞ് കൺവിൻസ് ചെയ്തില്ലേ സുരേഷ്? ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ സ്ക്രിപ്റ്റിനകത്ത് നമ്മൾ ഓൾറെഡി സുരേഷ് ഏട്ടൻ എന്ന സമയത്ത് തന്നെ അന്ന് ഈ കൺവിൻസ്ഡ് ആണെന്നോ ഈ ഇത്ര ആകാത്ത സമയത്ത് നമ്മൾ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, നീ ഇങ്ങനെ ഡയലോഗ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, നീ മനസ്സിലാക്കാൻ ഞാൻ പോലീസ് കൊണ്ടുവരാം. അപ്പോൾ സുരേഷ് ഏട്ടൻ പറഞ്ഞു, ഇതെന്തിനാ ഇവിടെ ഇങ്ങനെ ഒരു ഡയലോഗ്? അല്ല, ചേട്ടനൊരു പടത്തിൽ പറഞ്ഞതിൻ്റെ ഒരു സീരീസാണ്. ഞാൻ ഏത് പടത്തിൽ പറഞ്ഞത്? ചേട്ടൻ ഈ പടത്തിൽ. അപ്പോഴാണ് അന്ന് ഈ കൺവിൻസിംഗ് സ്റ്റാർ എന്നുള്ള പരിപാടി തുടങ്ങിയിട്ടില്ല. അതിന് ശേഷമാണ് പിന്നീട് ഈ പരിപാടികളെല്ലാം കയറാൻ തുടങ്ങിയത്. സുരേഷ് ഏട്ടൻ ജീവിതത്തിൽ കുറെ കൺവിൻസിങ് ഒക്കെ ചെയ്യാറുണ്ട്. ബേസിക്കലി ഈ അമ്മ ഷോയ്ക്കൊക്കെ ഞാൻ ഡാൻസ് കളിച്ചത് സുരേഷ് ഏട്ടൻ കൺവിൻസ് ചെയ്തിട്ടാണ്. സുരേഷ് ഏട്ടൻ എന്നിട്ട് അനങ്ങിയിട്ടില്ല അവിടെ. സുരേഷ് ഏട്ടൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊക്കെ ഉള്ളതാണ്. പക്ഷേ സുരേഷ് ഏട്ടൻ്റെ ഒരു പരിപാടി പോലും ഉണ്ടായിട്ടില്ല. സുരേഷ് ഏട്ടൻ ചില്ലിങ് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കോർഡിനേഷൻ എന്നൊക്കെ പറഞ്ഞ് മറ്റേ ഇങ്ങനെ കാണിച്ചു തരും. ഇങ്ങനെ സുരേഷ് ഏട്ടൻ പോലും ഇപ്പൊ നമ്മുടെ പ്രൊമോ സോങ്ങിന് ഡാൻസ് കളിച്ചു. അതിനടിയിൽ എല്ലാവരും അമ്മയിലുള്ളവരെല്ലാം കുറെ ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ട്, അടുത്ത പരിപാടിക്ക് ഞങ്ങൾക്ക് ആളിനെ കിട്ടി. എല്ലാവരും സുരേഷ് ഏട്ടന്റെ ഡാൻസ്. സുരേഷ് ഏട്ടൻ ഇനി അമ്മ ഷോയിൽ സുരേഷ് ഏട്ടൻ സ്റ്റേജിൽ കയറിയില്ലെങ്കിൽ ഇവരെല്ലാവരും കൂടെ, പിന്നെ നിങ്ങൾ സിനിമയിൽ ഡാൻസ് കളിച്ചല്ലോ, ആ ഡാൻസ് തന്നെ കളിച്ചാൽ മതി, ഞങ്ങളും പറയും സുരേഷ് ഏട്ടൻ ഡാൻസ് കളിക്കും. സെറ്റിലൊരു ഇഡ്ലി തീറ്റ മത്സരം ഉണ്ടായിരുന്നു. ആ ഇഡ്ലി തീറ്റ കൺവിൻസ് ചെയ്തതാരാണ്? അല്ല, സുരേഷ് ഏട്ടൻ നമ്മളെ ലൊക്കേഷൻ വെച്ച് ആദ്യം പറയുന്നു, ഞാൻ 40 ഇഡലി പറയുമായിരുന്നു, പഴയ കഥകളൊക്കെ പറയുന്നു. 40 ഇഡലിയും കറിയും എല്ലാം കഴിക്കുമായിരുന്നു. ആദ്യമായിട്ട് ഷൂട്ടിന് ചെയ്യുന്ന സമയത്ത് അവിടെ 2 ഇഡലിയാണ് തന്ന്. പുള്ളി പറ്റേ എന്ത് ചെയ്യും? അതേ സമയത്ത് അപ്പുറത്ത് നായികക്ക് 2 ഇഡലി കൊടുത്തപ്പോൾ ആ നായിക 1 ഇഡലി തിരിച്ചു കൊടുക്കുന്നു. അപ്പോഴത്തേക്കും സുരേഷ് ഏട്ടൻ എന്തൊരിതാണ്, അങ്ങനെ അമ്മ തിരിച്ചു കൊടുത്ത ഒരു ഇഡ്ഡലിയെങ്കിലും എനിക്ക് തന്നിരുന്നെങ്കിൽ. അപ്പൊ ചോദിക്കാനും പറ്റില്ല. സുരേഷിന് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പം ഇപ്പം അങ്ങനെ കഴിക്കത്തില്ല. അപ്പോഴാണ് നമ്മുടെ ഷൂട്ട് കഴിയുന്ന രാവിലെ 6 മണിക്കാണ്, നൈറ്റ് കയറിയിട്ട് രാവിലെ 6 മണിക്ക്. അപ്പം നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരു ഇഡലിക്കടയുണ്ട്. അപ്പോൾ അവിടെ നല്ല ഇഡലി കിട്ടുമെന്ന് പ്രൊഡക്ഷനിലുള്ള ചേട്ടൻ പറഞ്ഞു. അങ്ങനെ അവിടെ കയറി ഞങ്ങൾ ഒരു ദിവസം കഴിഞ്ഞ് കൊള്ളാം. അങ്ങനെ ഞങ്ങൾ പറയുന്ന എല്ലാവരും പറഞ്ഞു. പിന്നെ എല്ലാവരും കൂടെ വന്ന ഒരു ദിവസം ഇരുന്നപ്പോൾ നമ്മൾ വന്നൊരു മത്സരം, നമ്മുടെ മഹിയൊക്കെയാണ് അതിൻ്റെ വീഡിയോ എല്ലാം സെറ്റ് ചെയ്തത്. അങ്ങനെ ഇഡലി തീറ്റി മത്സരം അവിടെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എല്ലാ ദിവസവും ഇഡ്ഡലി കഴിപ്പാ. ഇത് നൈറ്റ് ഷൂട്ടിന് ഒരു അന്ത്യമില്ലാത്ത സിനിമയായിരുന്നു. എൻ്റെ അടുത്ത് 10-25 ദിവസം ഉള്ളൂ ഷൂട്ടുള്ളൂ എന്നും പറഞ്ഞ് വിളിച്ചോണ്ട് വന്ന സിനിമ. അവസാനം 70 ദിവസം കണ്ട് ഷൂട്ട് ചെയ്തു. അവിടെ കൺവിൻസ് അത് ഡയറക്ടറാണ് അത് തിനോവയുടെ കൺവിൻസ്. അപ്പോൾ അത് കാരണം അതിൽ ഭൂരിഭാഗവും നൈറ്റ് ഷൂട്ടാണ്. കഥ മൊത്തം നടക്കുന്ന ഒരു നൈറ്റാണ്. അപ്പോൾ എല്ലാ ദിവസവും നൈറ്റ് ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ ഇഡ്ഡലി കിട്ടിയായിരുന്നു മെയിൻ. അങ്ങനെ പിന്നെ അതൊരു കോമ്പറ്റീഷനായി മാറി. അത് പിന്നെ വീഡിയോ ആയി മാറി. ബേസിലായിട്ട് പിന്നെ ഡയറ്റിൻ്റെ ആളാണ്, ഡയറ്റ് ഫുഡ് വന്നപ്പോഴത്തേനും എല്ലാം കഴിഞ്ഞു. അല്ലല്ല, ഡയറ്റ് ഫുഡാണ് വരുന്നത്. പിന്നെ ഞങ്ങളോട് വന്നിട്ട് പിന്നെ ഇഡലി അങ്ങനെ മനസ്സിച്ച് പറയലുണ്ട് ഫിഷ് ഒക്കെ കൊണ്ടുവച്ച് ഭയങ്കര ഡയറ്റ് പരിപാടികളാണെന്നുള്ളത്. ആരാ പറഞ്ഞേ? മഞ്ജു ചേച്ചി. ഫുഡൊക്കെ കിട്ടിയില്ലാന്ന് കേട്ടോ. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഫുഡ് ഉണ്ടായിരുന്നില്ലേ? ഇതൊക്കെയാണ് നമുക്ക് മര്യാദക്ക് ഇപ്പോൾ ഒരു
ജ്യൂസ് വേണമെന്ന് പറഞ്ഞാൽ പോലും ബഡ്ജറ്റ് കൂടും എന്നൊക്കെ പറഞ്ഞു കളയും. അയ്യോ അങ്ങനെ വെള്ളം മാത്രമൊക്കെ കുടിച്ച് ആ മൂട്ടിലേക്ക് ആയിരുന്നു. പിന്നെ നമ്മൾ തന്നെ പൈസ മുടക്കി ജ്യൂസ് മേടിച്ച് കുടിച്ചു. സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്യുക. പിന്നെ ചായ ഒക്കെ തന്നെ ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, അതായത് നമ്മളൊരു 5 പേരുണ്ടെങ്കിൽ 5 ചായ എന്ന് പറയും. എന്നിട്ട് പ്രൊഡ്യൂസർ അത് കുടിക്കും. എന്നിട്ട് ഒരു ചായ വന്നിട്ട് അത് നമ്മൾ ഇന്നലെ എന്നിട്ട് എന്നെ കമന്റ് ഇട്ടിട്ടുണ്ട്, എന്നെ പറ്റി ഇന്റർവ്യൂവിൽ അനാവശ്യം പറയുന്നവരെ ഞാൻ കായികമായോ അല്ലാതെ നേരിടും എന്ന് പറഞ്ഞ ടൊവിനോ ഇട്ടിട്ടുണ്ട്. അതിപ്പോ സിജു സണ്ണി ആയാലും ശരി, ബേസിൽ ജോസഫ് ആയാലും ശരി. മരണമാസ് എൻട്രി ഉണ്ടാവും കേട്ടോ എനിക്ക്. ഇല്ല കൊടുക്കില്ല. കൊടുക്കാനല്ല, ആദ്യത്തെ ഡ്രാഫ്റ്റിലുണ്ടായിരുന്നു. പക്ഷെ പടവുമായിട്ട് അത് മാച്ചാകാതായിരുന്നു. പിന്നീട് അത് ആദ്യത്തിനകത്ത് ഒരു പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ഈ പടത്തിൽ അവന്റെ ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ഒരൊറ്റ സംഭവം നിങ്ങളുടെ മരണമാസിന്റെ പേജിൽ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ, സിജു സണ്ണിക്കെതിരെ അനിശ്ചിതകാല സമരം. എന്തായിരുന്നു അനിശ്ചിതകാല സമരം? അതിന്റെ അത് എവിടെ എത്തി ഇപ്പൊ? എങ്ങനെയാണോ അതൊക്കെ സമരം പൊളിക്കാൻ ഞാൻ പണ്ടേ എടുക്കാനാ. അതെന്ന് വെച്ചാൽ വാഴ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു വാഴ ഇറങ്ങുന്നുണ്ട്, എല്ലാവരും പോയി കാണണം. കാണുന്നവർക്കെല്ലാം ഞാൻ ഹിറ്റ് അടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മന്തി ഫലൂഡ ഒക്കെ മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം പടം ഇറങ്ങി ഹിറ്റ് അടിച്ചു, ആരും കാണാതെ. കാരണം ഷൂട്ട് നൈറ്റ് കഴിഞ്ഞിട്ട് എല്ലാവരും ഉറക്കം ഭയങ്കര, എല്ലാവരും ടയർഡാണ്. അപ്പോൾ എല്ലാവരും സമരം തുടങ്ങി. ഞാൻ പറഞ്ഞു കണ്ടിട്ട് വരുമ്പോൾ ഞാൻ മേടിച്ചു തരാം. അങ്ങനെ പടം ഇറങ്ങി കുറേ 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ പോയി കണ്ടിട്ടൊക്കെ എന്നോട് ചോദിച്ചു, ഞാൻ വിചാരിച്ചില്ലെന്ന്. പിന്നെ സമരം തുടങ്ങി. അവസാനം സമരം നടത്തി പിന്നെ അവർ തന്നെ എന്തൊക്കെയോ എനിക്ക് മേടിച്ചു തന്നു. പിന്നെ ഡെയിലി ലൊക്കേഷനിൽ വരുമ്പോ പ്ലക്കാർഡൊക്കെ ആയിട്ട് ആൾക്കാരുണ്ടാവും. സീരിയസ് പ്ലക്കാർഡ്, സിജു സണ്ണി നീതി പാലിക്കുക എന്നൊക്കെ പറഞ്ഞ ലൊക്കേഷനിൽ ബോർഡുമായിട്ട് നിപ്പുണ്ടാവും ആൾക്കാർ. ഭയങ്കര പ്രതിഷേധം. മനുഷ്യച്ചങ്ങലൊക്കെ ആ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ വെറുതെ അത് പവി, രാജേഷേട്ടൻ, ഉത്തര, അങ്ങനെ നമ്മുടെ എഡീസും എല്ലാ ടീമിനോട് ചേർന്നിട്ടാണ് അവരത് റെഡിയാക്കിയത്. ബേസിലിന്റെ ഫാമിലി ആണെങ്കിലും ഇപ്പൊ അങ്ങനെ അധികം സിനിമ കാണാത്ത ആളുകളാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ അവരെങ്ങനെയാ സിനിമകൾ കാണുന്നുണ്ടോ? അവർ എന്നെക്കാളും കൂടുതൽ സിനിമ കാണാറ്. നാട്ടിൽ തിയേറ്ററിലൊക്കെ പോയിട്ട് ഇഷ്ടം പോലെ സിനിമ. ഇടയ്ക്ക് ഈ അടുത്ത ഏതോ സിനിമയെ കുറിച്ചൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് റിവ്യൂ പറഞ്ഞു, പോരാ എന്നൊക്കെ. പിന്നെ നല്ല നിന്നെക്കാട്ടിലും നന്നായിട്ട് അപ്പടം നീ ചെയ്തതിനേക്കാളും നല്ലൊരു പടം ഞങ്ങൾ കണ്ടു കേട്ടോ. ബേസിലുള്ള സിനിമകളൊക്കെ അവര് കണ്ടു. അതല്ല അവർ പോയി കാണും. ഇപ്പോൾ സിനിമയ്ക്ക് പോകാനൊരു കാരണമായി ഫാമിലിയിൽ എല്ലായിടത്തും. പിള്ളേർക്കാണെങ്കിലും ബേസിലങ്കളുടെ സിനിമ വന്നിട്ടുണ്ട്, തിയേറ്ററിൽ കൊണ്ടുപോകും എന്ന് പറഞ്ഞ് അങ്ങനെ പോയി കാണാൻ റിലേറ്റീവ്സ് അങ്കിളാണെന്നപ്പോ സമ്മതിച്ചില്ലേ, ബേസിലങ്കിളിന്റെ സിനിമ കാണണമെന്ന്. അങ്കിളാണ് ആയി അല്ലേ? അങ്കിളാണ്. എടാ നീയും അങ്കിളാണോടാ? അല്ലല്ല ഞാൻ പറഞ്ഞിട്ടില്ല അങ്കിള, ബേസിലങ്കിൾ എന്ന ബേസിലങ്കിൾ തന്നെ പറഞ്ഞത്. നീ ഒരു 4 വയസ്സുള്ള 5 വയസ്സുള്ള കൊച്ചിന്റെ അടുത്ത് അവരൊക്കെ എന്നെ വിളിക്കുന്നത് അച്ചാച്ചനേക്കാളും ഭേദം അങ്കിളാ. അച്ചാച്ചൻ എന്ന് പറഞ്ഞ മറ്റേ അച്ഛനെ പോലായി. അങ്ങനൊന്നുമില്ല. അച്ചാച്ചൻ അച്ഛന്റെ അച്ഛനല്ലേ? ചേട്ടൻ എന്നൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ അച്ചാച്ചൻ ചേട്ടൻ. ഇവിടെ അച്ചാച്ചൻ എന്ന് പറഞ്ഞാൽ അച്ഛന്റെ അച്ഛൻ. അവര് വിളിക്കുന്നത് അച്ഛൻ്റെ അച്ഛൻ. ഒരുപാട് പ്രായമായിരുന്നു. അങ്കിൾ ഇതിലും ഭേദാ. മരണമാസിന്റെ കാസ്റ്റിംഗ് കോൾ ഉണ്ടായിരുന്നു. ആ കാസ്റ്റിംഗ് കോളിൽ എഴുതി വെച്ചത് നല്ലവനായ ഉണ്ണി എന്ന് തോന്നിപ്പിക്കുന്ന 60 വയസ്സുള്ള ഒരു കുസൃതിക്കാരനെയാണ്. അതേപോലെ തന്നെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ കുറച്ച് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അതും നല്ലത് എന്ന് എഴുതിയിരുന്നു. അങ്ങനെ ആ നല്ലവനായ ഉണ്ണിയെ കണ്ടുപിടിച്ചോ? ആരാണ് ആ കക്ഷി? കണ്ടുപിടിച്ചു. ആരായിരുന്നു അത്? നമ്മുടെ പുളിയനം പൗലോസ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, ചേട്ടനാണ് ആ കാസ്റ്റ്. ഓക്കെ, മരണമാസിൽ എന്താ ക്യാരക്ടർ റോൾ എന്ന് പറയാമോ? നമ്മുടെ കൂട്ടത്തിൽ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ആ ക്യാരക്ടർ. അടിപൊളിയാണ്. മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടായി. അതെ ഭയങ്കര. അതെ നമ്മൾ ബാക്കിയല്ലേ, പക്ഷെ ഭയങ്കര കാണുമ്പോൾ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് നാടകത്തിലൊക്കെ ഉള്ള ചേട്ടനാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേനും പുള്ളി മറ്റേ ഒരു മൊത്തത്തിൽ ഭയങ്കര, നമുക്കും ഭയങ്കര, പുള്ളി മൊത്തത്തിൽ കാണാനും ഭയങ്കര ക്യൂട്ടാണ്. നല്ല ഫുൾ ത്രൂ ഔട്ട് നൈറ്റ്, രാത്രി മൊത്തം 70 വയസ്സിന് ഉണ്ട് 70. അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങളുള്ള, പക്ഷെ അതൊന്നും പോലും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ 70 വയസ്സുണ്ട് പറഞ്ഞു. അപ്പോൾ എങ്ങനെയായിരുന്നു ഓഡിഷൻ പരിപാടികളൊക്കെ? ആളെ കൊണ്ട് എന്താ ചെയ്യിപ്പിച്ചത്? അങ്ങനെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് പോയിന്റ് പറയാൻ പറ്റുമോ? അല്ല, ഓൾറെഡി ഈ ചേട്ടനെ കണ്ടുപിടിക്കുന്നത് ഗുരുവായൂരിൻ്റെ സമയത്താണ്. ഇതിൻ്റെ സ്ക്രിപ്റ്റിങ്ങും പരിപാടികളെല്ലാം ഗുരുവായൂർ അമ്പലമാണല്ലോ. അപ്പം നമ്മൾ ഈ വയസ്സുള്ളൊരു അപ്പൂപ്പനെ കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ പലയിടത്തും പരിപാടികൾ നോക്കണമെന്ന് ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഗുരുവായൂരിൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഞാനവിടെ ഉണ്ട്, ഓൾറെഡി അതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്ത് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന 24 ദിവസം. അപ്പോൾ അവിടെ 1000 ജൂനിയർ ആർട്ടിസ്റ്റോളം വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പല പ്രായമുള്ളവർ. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ നോക്കാറുണ്ട് ആരാണ്. അപ്പോൾ ഈ ചേട്ടൻ ഓൾറെഡി ഗുരുവായൂർ വേറെ ദിവസം അഭിനയിച്ചിട്ടുമുണ്ട്.
അപ്പോൾ ഈ ചേട്ടന് എനിക്ക് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോ എടുത്ത് ഡയറക്ടറിന് അയച്ചു കൊടുത്തു. അങ്ങനെ 3-4 പേരെ ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. അതിൽ നിന്നുമാണ് നമ്മൾ എന്നിട്ട് ഞാൻ നേരെ ക്യാരവനകത്ത് കൊണ്ടിട്ട് ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ പേരും ഇതൊക്കെ ഒന്ന് വീഡിയോ ആയിട്ട് പറയാമോ, അതൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്ത് അയച്ചു കൊടുത്തു. അങ്ങനെ 3-4 പേരുടെ അതിനകത്തുനിന്ന് ആണ് നമ്മളിതിനെ സെലക്ട് ചെയ്യുന്നത്. ഈ ഗുരുവായൂരമ്പലനടയിൽ ചേട്ടൻ്റെ ഒരു സീനുണ്ട്, മറ്റേ ജോമോൻ മറ്റേ ഗ്യാസ് കുറ്റിയായിട്ട് വന്നിട്ട് വീട്ടുകാരെ മൊത്തം പേടിപ്പിക്കുന്ന സമയത്ത് ഒരു അപ്പൂപ്പൻ അവിടെ ഇരുന്നിട്ട് എന്താ മോനെ എന്താ നിന്റെ പ്രശ്നം, അതാണ് നമ്മുടെ ജോമോൻ ഞാൻ കത്തിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ജോമോൻ മറ്റേ ഗ്യാസ് കുറ്റിയൊക്കെ ആയിട്ട് എവിടെ വിനു എവിടെ എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ പുള്ളിയൊക്കെ ആരാ മോനെ നീ, എന്താ നിന്റെ പ്രശ്നം? ഞാൻ അപ്പോഴാണ് മറ്റേ മൈക്ക് പോലെ ഞാൻ ജോർജ് ആ സീൻ. മരണമാസിൻ്റെ ഈ പറയുന്ന സമയത്തൊക്കെ തന്നെ തൊപ്പി ഊരൂല്ല എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ വൈറലായിരുന്നു. ആ ദിവസം ഞങ്ങളുടെ റേഡിയോയിൽ പോലും കണ്ടന്റ് തൊപ്പിയായിരുന്നു. അപ്പോൾ ഈ വെച്ച തൊപ്പികളെല്ലാം ശരിക്കും ബേസിലിൻ്റെ തന്നെ ആയിരുന്നു? പിന്നെ ചോദിക്കാൻ കാരണം ടോവിക്ക് ഒരു ക്യാബ് കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിയുടെ നിന്ന് വല്ലതും എടുത്തോ എന്നുള്ളതാണ് ചോദ്യം. ഇല്ലില്ല എൻ്റെ തൊപ്പികൾ തന്നെയാണ്. അവൻ്റെ തരില്ല ഫസ്റ്റ് ഓഫ് ഓൾ. ഇതെല്ലാം എൻ്റെ തൊപ്പി തന്നെയായിരുന്നു. പിന്നെ എൻ്റെ തൊപ്പിന്ന് ഇവൻ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ചേട്ടനെന്ന് എനിക്കൊരെണ്ണം കിട്ടിയിട്ടുണ്ട്. ആണല്ലേ? മറ്റൊരു റോസ് തൊപ്പിയുണ്ട്. അത് മറ്റൊന്നുണ്ട്, എൻ്റെ മുണ്ടിനൊരു റോസ് മുണ്ടുണ്ടായിരുന്നു. അതുമായിട്ട് മാച്ചായപ്പം ദുബായിൽ ഇവർക്ക് ഒരു ഫ്രണ്ട് ഒരു തൊപ്പിയുടെ ഷോപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് കണ്ടപ്പോൾ ആ ഒരു തൊപ്പി എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അതും കിട്ടിയിട്ടുണ്ട്. ഏറ്റവും എൻ്റെ തൊപ്പി ഇട്ടിട്ടാണ് ഇവൻ സൈമ അവാർഡ്സിന് പോയത്, അവാർഡ് മേടിക്കാൻ. കണ്ട ഇതാ ഇത് കൊടുത്ത സാധനം 150 പേരോട് പറയും അത് ഞാനാണ് അത് കൊടുത്തത്. സൈമ അവാർഡ് കിട്ടിയതല്ല, ആ അവാർഡിന് വെച്ച തൊപ്പി അതെന്റെയാണ്. അല്ലാതെ അവാർഡിനെ പറ്റിയോ അതിനെപ്പറ്റിയോ ഒന്നും പറയത്തില്ല. നിങ്ങളുടെ ഏറ്റവും തൊപ്പി പ്രാന്തം ടോവിയല്ലേ? ആരും ഇല്ലല്ലോ, അതിനെക്കാട്ടിലും മുകളിൽ നിൽക്കുന്ന ആരും ഇല്ലല്ലോ തൊപ്പിയുടെ കാര്യത്തില്. സിജേട്ടൻ ഇപ്പൊ ഇത് എഴുതി ഇത് റൈറ്റ് ചെയ്തപ്പോ ഓൾറെഡി ബേസിലാണ് ഇതിൽ അഭിനയിക്കാന്ന് മൈൻഡിൽ ഉണ്ടായിരുന്നതോ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ പെട്ടുപോയതാണ്. വേണ്ടായിരുന്നു ആര് പെട്ടെന്നും കൂടി പറഞ്ഞു ചേട്ടൻ എന്നെ പെടുത്തിയതായവന്മാരെല്ലാം. നമ്മളിതൊക്കെ എഴുതുമ്പം ഞാൻ മെയിൻ എന്ന് പറഞ്ഞൊക്കെയാണല്ലോ നമ്മളിതൊക്കെ എഴുതുന്നത്. ഇവനായിരുന്നു ആദ്യം നായകൻ, ഇവന്റെ ക്യാരക്ടർ നമ്മള് അരുവി എഴുതുമ്പോ അങ്ങനൊക്കെ എഴുതുമല്ലോ. പിന്നീടാണ് ഇതിൽ പ്രശ്നം വരുന്നതും. പിന്നെ എന്തായാലും ഒരു പരിപാടി ചെയ്യുമെന്നൊരു മനസ്സിൽ ഇതുണ്ടായിരുന്നു. പിന്നെ ബാക്കി സാറ്റലൈറ്റ് വാല്യൂവും അഭിനയിക്കാൻ അടിപൊളിയായിട്ടുള്ളവരൊക്കെ വേണമല്ലോ. ഇഷ്ടപ്പെട്ടില്ലേ? അതല്ല ഞാനോർത്ത് ഫാൻ ബോയ് ആയതുകൊണ്ട് ഓൾറെഡി മൈൻഡിൽ ഉണ്ടായിരിക്കും. ഇല്ല ഫാൻ ബോയ്, പക്ഷേ ഫാൻ ബോയ് പിന്നെ ഫാൻ ബോയ് ഷോ എന്ന് വെച്ചാൽ ഞാൻ രോമാഞ്ചം കഴിഞ്ഞിട്ട് ഗുരുവായൂരിലാണ് വരുന്നത്. അപ്പോൾ ആ സമയം തൊട്ട് ബേസിലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് ഹിറ്റുകളുള്ള ഒരാളാണ്. പക്ഷെ നമുക്കപ്പം സംസാരിക്കാനാണെങ്കിലും ഒക്കെ ഒരു മാറിയിരിക്കും. പക്ഷേ ബേസിലേറ്ററാണ് നമ്മളെ തിരിച്ചാക്കി എന്ന് വെച്ചാൽ ഭയങ്കര അതങ്ങനെ കൂടി തലേ കയറിയിരിക്കാൻ തുടങ്ങി. അത് ആരെ ഒരു പരിധി കൂടുതൽ അടുപ്പിക്കരുത് എന്നുള്ള പാഠം ഞാനും പഠിച്ചു. പലരും ഇന്റർവ്യൂവിലും ഈ കമന്റ്സിൽ പറയും, നിങ്ങൾ എന്നെ ഭയങ്കരമായിട്ട് തെറി വിളിക്കും, നിങ്ങൾ ബഹുമാനിക്കുന്നില്ല, നിങ്ങൾ ബേസിലേറ്റർ ഭയങ്കര ഇതാണ്. പക്ഷെ എനിക്കറിയാം ബേസിലേറ്റർ എന്താണ്, ഞാൻ ബേസിലേക്ക് എന്നാണ് ഫോൺ വിളിക്കുമ്പോഴാണ് ബേസിലേക്കാ, അതാണ് അത്രയ്ക്ക് ഇതുള്ളത് കൊണ്ടാണ് നമ്മളങ്ങനെ കാര്യം പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നത്. ഞങ്ങൾ വേറെ അടുത്തും ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല. ആ റൈറ്റിംഗ് സ്ക്രിപ്റ്റ് വെച്ചിട്ട് ആസ് എ ഡയറക്ടർ എന്നുള്ള ബേസിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര പ്രശ്നമാണ്. ഇത് അഭിനയിക്കുകയും ചെയ്യും, ഡയറക്ഷനും ചെയ്യും, പാട്ടും പാടും. ഇപ്പൊ തന്നെ ഡാൻസ് എന്ന് പറഞ്ഞിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഞാനിതൊക്കെ കൊടുത്തിട്ട് ഞാനങ്ങ് മാറും. പിന്നെ ഡയറക്ടറും തമ്മിൽ തല്ലിക്കും എന്നുള്ള രീതിയിൽ എന്നെ കുറച്ച് അറിയാമല്ലോ. ഇവർക്ക് ഡയറക്ഷനിൽ കുറച്ച് ഇത് വരുമ്പോൾ ഇതെങ്ങനെയാണ്, അത് വരുമ്പോൾ ഇതെങ്ങനെ, കുറേ കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആണ്. പടത്തിന് നല്ലതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ മറ്റേ ഇത് കൊടുത്തിട്ട് എന്താന്ന് വെച്ചാൽ അയക്കോ. ഈ ഡാൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ ഡാൻസ് നമ്മൾ കണ്ടു, അത് എത്ര നാളെടുത്തിട്ടാ പ്രാക്ടീസ് ചെയ്തത്? എന്നിട്ടൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, എനിക്ക് ഡാൻസ് അറിയാം, ഞാൻ ക്ലാസിക്കൽ പഠിച്ചതാണ്, നിനക്കറിയില്ല, നീ അവിടെ ഇരുന്ന. മരണമാസിന്റെ അവസ്ഥ എന്താ? മരണമാസിന് ഇങ്ങനെ ഒരു ഡാൻസ് ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ആക്ച്വലി. കഥ പറയുമ്പോൾ അങ്ങനെ ഒരു പ്ലാൻ ഇല്ല, ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്ലാൻ ഇല്ല, ഡബ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. പിന്നെ മൊത്തത്തിൽ പെടുത്തിയ. അപ്പൊ ഷൂട്ടിൽ അവസാനം ഒരു പ്രോമോ സോങ് ഉണ്ടെന്ന് പറഞ്ഞു. പ്രോമോ സോങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രോമോ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ലൊക്കേഷനിൽ വന്നപ്പോൾ ഡാൻസ് മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത്, വേറെ ഒന്നുമില്ല, കഥ പോലും ഇല്ല, ഡാൻസ്.
അപ്പോൾ ഷൂട്ടിൻ്റെ അന്ന് രാവിലെയാണ് ഡാൻസ് ഉള്ള കാര്യം അറിയുന്നത്. പിന്നെ ഇപ്പോൾ ഡാൻസ് പഠിക്കാതെ വേറെ വഴിയില്ലല്ലോ. നോക്കുമ്പോൾ കുറേ ഡാൻസേഴ്സൊക്കെ റെഡി ആയിട്ട് വന്നിരിക്കുക. പിന്നെ കൊറിയോഗ്രാഫർ അത് ഇത് ഫുൾ സെറ്റപ്പ്, ലൊക്കേഷൻ, ക്യാമറ എല്ലാം റെഡിയായി. ഇനിയിപ്പോൾ ഡാൻസ് കളിക്കാതെ വേറെ വഴിയില്ല. പറ എന്താ ഡാൻസ്, സ്റ്റെപ്പ് പറ. അങ്ങനെ സ്റ്റെപ്പ് പഠിച്ച് പിന്നെ ഇവന്മാരൊന്നും ഇപ്പോൾ ഗുരുവായൂരമ്പല നടയിൽ ചെയ്യുമ്പോൾ അതിൽ കൂടെ ഡാൻസ് കളിക്കുന്നവരൊക്കെ അടിപൊളിയാവും. നിഖില, വിമൽ, അനശ്വര ഇവരൊക്കെ പണ്ട് കലാപ്രതിഭയോ കലാതിലകോ ഒക്കെയാണ്. അപ്പം അവരുടെ കൂടെ ഡാൻസ് കളിക്കുന്നതിൻ്റെതായ റിസ്ക് ഉണ്ട്. ഇതിൽ പക്ഷേ ഇവനും സുരേഷ് ഏട്ടനും രാജേഷ്. ഗുരുവായൂരിൽ ആരോടാ കളിക്കുന്നത്? നിഖിലൊക്കെ അപ്പുറത്തെ വീട്ടിലാ. ഈ വീട്ടിൽ ആരൊക്കെയാ? ഈ വീട്ടിൽ നീയൊക്കെ തന്നെ. ഞാന്, സ്റ്റാഫ്, കൊറേ അത് അവിടെ വേറെ കഥ. എന്നാ പിന്നെ ഞാൻ ഗുരുവായൂർ നടക്കുകയാണ്. അപ്പം പാട്ട് മറ്റേ ഡാൻസ് കളിച്ച് കുഴഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് സിംഗിൾ ഷോട്ടാ ഇങ്ങനെ കളിച്ച് ക്യാമറ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോവാണ്. അപ്പൊ ഇത് കറക്റ്റാക്കി സെറ്റാക്കി 32 ടേക്കാണ് അവസാനം പോയത്. അത് ഏകദേശം 40 സെക്കൻഡോളം ഉണ്ട്. ഇങ്ങനെ നിന്ന് കളിക്കണം. ഇത് കഴിയുമ്പോൾ വീണ്ടും ക്യാമറ വരുന്നത് ശരിയാകുന്നില്ല. ഇനി ഫ്രണ്ട് നിന്ന് തെറ്റിക്കുക. ബാക്കി നിൽക്കുന്ന ഞങ്ങൾ പഠിച്ച് കഴിഞ്ഞ്. കാരണം ഇനി വേറെ എന്തെങ്കിലും ഇടാനുള്ള രീതിയിലായി. കാരണം അത്രയും പ്രശ്നം നിന്ന് കളിക്കുക. ഫ്രണ്ട് നിന്ന് തെറ്റിച്ചിട്ടാണോ 32? ഞാൻ എവിടെയും പറയും. എന്നിട്ട് സോറിയേ. അപ്പൊ ആദ്യത്തെ സോറിയൊക്കെ കുഴപ്പമില്ല, അവസാനമൊക്കെ ഇങ്ങനെ ആയി തുടങ്ങിയ. എന്നിട്ട് 32 ടേക്ക് കഴിഞ്ഞിട്ടാണ് ഈ സാധനം ശരിയാക്കി എങ്ങനെയൊക്കെയോ കട്ട് ചെയ്തൊക്കെ വെച്ച് ശരി. എന്നിട്ട് വോൾവോയ്ക്കകത്ത് കയറി ഇരുന്നിട്ട് അമ്മരം കൂടെ വിളി, നമുക്ക് ഫുഡ് കഴിക്കാം. മറ്റേ കുറ്റബോധം നമ്മള് കാരണമാണല്ലോ പാവം പിള്ളേര്. അപ്പൊ നമ്മള് നേരെ വോൾവോയ്ക്കകത്തൊക്കെ കയറി, ഞാൻ സാബും കയറി നേരെ ഒരു ദോശക്കട കൊണ്ട് കാല കൊണ്ട് എന്നിട്ടൊരു ദോശയും ചമ്മന്തിയും കഴിച്ചിട്ട് പറഞ്ഞു പോകോളാം. എന്നിട്ട് രാവിലെ നൈറ്റ് ഷൂട്ട് അത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ രാവിലെ 5 മണിക്ക് നിനക്ക് ദോശ അല്ലാതെ പിന്നെ എന്താ? അത് കഴിഞ്ഞുള്ള ദിവസങ്ങളുണ്ടായിരുന്നല്ലോ. എന്തെങ്കിലും മേടിച്ചെന്നോ? അതിന് പിന്നെ സമയം കിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഇവിടെ നമ്മളവിടെ എന്നിട്ട് ഇവിടെ വെച്ച് ഓൾറെഡി തലേ ദിവസം നമ്മൾ ഉച്ച 3 മണി ആയപ്പോഴത്തേനും നമ്മൾ ആ ഡാൻസ് കളിക്കാത്തവരാണ്. അപ്പോൾ നമ്മളെ ഇന്ന് നിഞ്ച പ്രാക്ടീസ് ചെയ്യിക്കുന്നത്. അപ്പോഴത്തേനും ബേസിലേട്ടൻ ഷൂട്ടിനെ കണ്ടുപോയിക്കാണ്, വന്നിട്ടില്ല. അപ്പോഴത്തേനും ഓൾറെഡി അപ്പോഴത്തന്നെ അവിടെ ടോക്ക് തുടങ്ങി. ബേസിൽ ഓൾറെഡി ഗുരുവായൂർ കളിച്ചില്ല. അപ്പം തന്നെ ഗുരുവായൂർ കളിച്ചാലേ നമുക്കറിയാം, കുഴപ്പമൊന്നുമില്ല, പുള്ളിക്ക് പെട്ടെന്ന് ഈ സ്റ്റെപ്പൊക്കെ എടുക്കാൻ പറ്റും. ശരി, നാളെ വന്ന് പുള്ളിക്ക് അരമണിക്കൂർ വന്നത്. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ കുറച്ച് നേരത്തെ വന്നു. ഞാൻ നോക്കിയപ്പോൾ ഒരു റൂം, ഒരു വലിയ ഹാള്, അതിനകത്ത് ചെറിയ റൂമുണ്ട്. അതിനകത്ത് നിന്ന് പാട്ട് കേൾക്കും. ഞാൻ തുറന്നു നോക്കിയപ്പോഴേ 3 മാസ്റ്റർമാർ നിർത്തി പഠിപ്പിക്കുക. രാവിലെ തുടങ്ങിയതാ, 6:30 തുടങ്ങിയതാ, 9 മണിക്ക് കണ്ട പരിപാടി. 6:30 തൊട്ട് പ്രാക്ടീസാ സീരിയസ്ലി. എന്നിട്ട് എന്താ പ്ലാൻ എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നേരത്തെ ഒന്നും അറിഞ്ഞിരുന്നില്ല. ഞാൻ വന്നപ്പോൾ തന്നെ സെറ്റ് ചെയ്യുമെന്ന് പറയാനിരിക്കുമായിരുന്നു. പക്ഷെ പാളിപ്പോയി. 6:30 ആയപ്പോൾ തൊട്ട് നിന്ന് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഈ സാധനം അങ്ങനെ അടുപ്പിച്ചത്. എന്നിട്ട് വലിയ ഡാൻസ് മാസ്റ്റർ വന്നേക്കും. ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ ഡാൻസ് മാസ്റ്റർ. ആദ്യം തന്നെ ഒരു കറക്ഷൻ, 32 ടേക്ക് പോയത് ഞാൻ തെറ്റിച്ചിട്ടല്ല. ക്യാമറ ജിബ് തെറ്റിച്ചിട്ടും ഫോക്കസ് ഔട്ട്. ജിബ് കളിക്കുന്നൊന്നും ഇല്ലായിരുന്നു. ജിബ് ഇങ്ങനെ വന്നിട്ട് പോകുന്നതേ ഉള്ളായിരുന്നു. ജിബിന്റെ മൂവ്മെന്റ് സിംഗിൾ ഷോട്ട് അല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെറ്റിപ്പോവായിരുന്നു. പിന്നെ ഫോക്കസ്, ടെക്നിക്കാലിറ്റീസിനെ കുറിച്ച് നിനക്ക് അറിയാത്തതുകൊണ്ടാ. ഇതൊക്കെ പഠിക്കണം കേട്ടോ. ഓക്കെ. പിന്നെ ഫോക്കസ് ബിപിൻ ചേട്ടനെ വിളിക്കണോ? ബിപിൻ ചേട്ടൻ പറയും കറക്റ്റ് ആയിട്ട്. ഒരു അടുത്ത ഇന്റർവ്യൂവിന് എങ്ങനെ നിങ്ങൾ പുള്ളിയുടെ അടുത്ത് ചോദിച്ചത് ഞാൻ തെറ്റിച്ചിട്ടാണോ? ഞാൻ പോസ്റ്റ് ഇടാൻ പറഞ്ഞാൽ പറയും, ഇട്ടോളൂ. പിന്നെ ഇതിന്റെ അകത്ത് ഇതിനകത്ത് എന്താ? ഇതിന്റെ അകത്ത് ഓക്കെയാ. ഇതിന്റെ അകത്ത് കറക്റ്റാ. പക്ഷേ ഈ സ്റ്റെപ്പ് ഞാൻ തെറ്റിച്ചാൽ വീണ്ടും വീണ്ടും ടേക്ക് പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഈ വീണ്ടും വീണ്ടും നേരത്തെ വന്ന് പഠിച്ച്. പിന്നെ ഇല്ലെങ്കിൽ ഷൂട്ട് രാത്രിയൊന്നും തീരൂല. ഒറ്റ ദിവസം കൊണ്ട് ഈ രാത്രി ഡാൻസ് മൊത്തം പഠിച്ചു തീർക്കണ്ടേ. ഒരാൾ തെറ്റിച്ചാൽ ബാക്കിയുള്ള ബാക്കിലുള്ള ഒരു 10, 15, 30 പേരുണ്ട് എന്തൊരു കരുതല. വീണ്ടും കളിക്കണ്ടേ. കരുതല് കണ്ടോ? ആ കരുതല്. ഞാൻ തെറ്റിച്ചാ ബാക്കിയുള്ളവരല്ല. അവിടെ പ്രായമുള്ള ഗുരുവായൂർ മറ്റേ 60, 75 വയസ്സുള്ള അപ്പന്മാരൊക്കെ ബാക്കി നിന്നിട്ട് വയ്യ. അന്നേരം ഇതൊന്നുമില്ല. പക്ഷെ ഫ്ലിപ്പ് സോങ്ങില് സുരേഷ് സാർ നല്ലോണം കളിച്ചായിരുന്നല്ലോ. സുരേഷ് ഏട്ടൻ മറ്റേ മേടാ, ഞാൻ കളിക്കത്തില്ല സിജു, ഞാൻ കളിക്കത്തില്ല, ഇത് ശരിയാകത്തില്ല. എന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും. ഇതൊന്ന് സിമ്പിളായിട്ട് പറയുമോ? തിയറി ക്ലാസ് എടുക്കുന്നു. ഈ കളിക്കാതെ ഇരുന്നിട്ട് കേൾക്കുന്നു. ഇങ്ങനെ എടുത്തിട്ട് ഓക്കെ, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ. അപ്പം ഓക്കെ. ഞാൻ നോക്കിയപ്പം ഓക്കെ തുടങ്ങിക്കോളാം. എന്നിട്ട് ഞാൻ നോക്കിയോ കസാരയിൽ ഇരുന്ന് കളിക്കുന്നു, എഴുന്നേക്കുന്നു. ഈ സ്കൂളിലൊക്കെ മാത്സ് വായിച്ചു പഠിക്കൂലേ, എഴുതി പഠിക്കാതെ, അതുപോലെ ഡാൻസ് ഒക്കെ ഇങ്ങനെ വായിച്ച് പഠിച്ചിട്ട് ഓക്കെ, തിയറി മാത്രം, പ്രാക്ടിക്കലില്ല. സുരേഷ് ഏട്ടൻ തലേദിവസം ലിറിക്സ് ഒക്കെ ചോദിച്ചു മേടിച്ചു. ലിപ്പ് വരുമല്ലോ, അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് പാട്ട്. എന്നിട്ട് വിളിക്കും, ഇതെന്തുവാ സിജു ഈ പാട്ട് ഇങ്ങനെ. സുരേഷ് ചേട്ടൻ പക്ഷെ കളിക്കുന്നത് ഇങ്ങനെ
ഈ മറ്റേ തെലുങ്ക് സിനിമയിലൊക്കെ ഡബ് ചെയ്യുന്ന പോലെയാണ്. അതായത് ഒരു ഡയലോഗ് ഇപ്പോൾ തുടങ്ങുവാണ് ഏമണ്ടിയിൽ തുടങ്ങി, എന്നിട്ട് ആ ഡയലോഗിൻ്റെ എൻ്റെ ചെപ്പണ്ടിയിലാണെങ്കിൽ ഇടയിലുള്ള ഭാഗം നമ്മൾ ഏമണ്ടി തുടങ്ങി, ഏമണ്ടി കറക്റ്റ് ലിപ്പ് സെറ്റ് ആവുക, പിന്നെ ചെപ്പണ്ടി. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എന്തോ ഡയലോഗ് പറഞ്ഞ പോലെ തോന്നുമല്ലോ. സുരേഷ് ചേട്ടൻ അങ്ങനെയാണ് ഡാൻസ്. ആദ്യത്തെ സ്റ്റെപ്പ് ഇത് രണ്ടും കറക്റ്റായിട്ട് ഇടുക, പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ സ്റ്റെപ്പ് ഉണ്ട്. അവസാനം പക്ഷെ ഇവിടെ വന്ന് നിൽക്കണം, അതിൽ പുള്ളി കറക്റ്റായിട്ട് വന്ന് ലാൻഡ് ചെയ്യും. ഇടയിൽ ഇങ്ങനെയൊക്കെ കാണിച്ച് ക്ലൈമാക്സ് വർക്ക് ചെയ്യണം. തുടക്കം സ്റ്റാർട്ടിങ് സൂപ്പർ ആയിരിക്കും, എൻ്റെ ഇടയിൽ ചെറിയ കള്ളത്തരവാ. പിന്നെ അതിനകത്തൊരു സോളോ ഡാൻസ് ഉണ്ട് എല്ലാവരുടെ, അത് നോക്കിയാൽ അറിയാം. എല്ലാവരും ഒറ്റയ്ക്ക് കളിക്കുന്ന ഇതുണ്ട്. എല്ലാവരും റീല്. ഇതിനകത്ത് OLX പോലീസ് സ്റ്റേഷൻ വെക്കാനിടുക, സ്റ്റാഫ് റൂമിന് തീയിടുക, ഇങ്ങനത്തെ മികച്ച പരിപാടികൾ എന്തെങ്കിലും സിജു ബ്രോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതിൽ മുകളിലുള്ളത് ചെയ്തിട്ടുള്ളൂ. അതിന്റെ മുകളിൽ എന്ത്, ഇത് തന്നെ കൂടുതലാ. ഇവന്റെ ഒരു സ്വഭാവം വെച്ച് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇല്ല. അതുപോലെ തന്നെ സ്കൂൾ കത്തിക്കുമെന്ന് പറയണ്ടായിരുന്നില്ല, അതിന് പകരം സ്റ്റാഫ് റൂം കത്തിച്ചിട്ടുണ്ട്. ബേസിൽ പണ്ട് ഇതുപോലെ എന്തെങ്കിലും കത്തിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ കൂട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ഇതേപോലെ ഉപകാരം ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഞാൻ നല്ല കുട്ടിയായിരുന്നു, നല്ല സ്കൂളിലൊക്കെ നന്നായിട്ട് പഠിക്കുന്നത്. ഇന്റർപോളിന്റെ റിപ്പോർട്ട് അതല്ല, ഭയങ്കര പ്രശ്നമായിരുന്നാണ് ഞാൻ അറിഞ്ഞത്. ഇവൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഇവൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ട് ഇന്റർവ്യൂലൊക്കെ. എന്തോ സ്കൂൾ എന്തോ കത്തണമെന്നോ, സ്കൂൾ എന്നിട്ട് കുട്ടികളൊക്കെ ഇവൻ ഒറ്റയ്ക്ക് രക്ഷിക്കണം എന്നൊക്കെ ഇവന് തോന്നൽ. നിങ്ങൾക്കില്ലേ പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചോണ്ടിരിക്കുമ്പോഴേ നമുക്ക് ഈ സ്കൂളിൽ പെട്ടെന്ന് ഒരു തീവ്രവാദികൾ വരുമ്പോ ഞാൻ ചെന്ന് ഇല്ലേ അങ്കിൾ ഇല്ലേ, നമ്മള് ബസ്സിൽ പൊക്കോണ്ടിരിക്കുമ്പോ ആ കുട്ടിക്കൊന്നുമില്ല. അപ്പൊ ആന്റി പണ്ട് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഡ്രൈവറിന് അറ്റാക്ക് വരുമ്പോ പെട്ടെന്ന് ചേട്ടനെ മാറ്റി, ചേട്ടാ ഞാൻ ഓടിക്കാം, അങ്ങനൊക്കെ ചിന്തിക്കും. ഞാൻ ചിന്തിക്കാറില്ല. ബസ്സിന് എന്റെ ദൈവമേ അറ്റാക്ക് എങ്ങാനും വന്നിട്ട് നമ്മൾ എവിടെയെങ്കിലും പിടിച്ച് ചാവുന്നതിലും ഭേദം ദൈവമേ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിച്ചാൽ മതി. ബസ്സിന് ഒരു വിമാനമൊക്കെ തീർന്നു. ഞാൻ ഓടിക്കാന്ന് പറയാൻ പോലും പറ്റില്ല. മറ്റേ CID മൂസിൽ ലാസ്റ്റ് സലീം കുമാറിന്റെ അവസ്ഥ. ഇനി ഈ വണ്ടി നിർത്താനേ പോകുന്നില്ല എന്നുള്ള മൂഡിലായിരിക്കും. ഇപ്പോൾ ബേസിലിൻ്റെ തന്നെ ലൈഫ് എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കര സ്മൂത്ത് ലൈഫാണ്. അതായത് ആദ്യം തന്നെ ഒരു ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു, അത് കഴിഞ്ഞ് ഇൻഫോസിസിൽ ജോലി ചെയ്യുന്നു, പിന്നെ അത് കഴിഞ്ഞ് 23 വയസ്സായപ്പോഴത്തേക്കും പതുക്കെ സിനിമയിലേക്ക് കയറുന്നു. അങ്ങനെ ഒരു 30 വയസ്സായപ്പോഴത്തേക്കും ഭയങ്കര എല്ലാവരും അറിയപ്പെടുന്ന നല്ലൊരു നടനായി, നല്ലൊരു സംവിധായകനായി. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മിനിമം ഗ്യാരണ്ടിയോടുകൂടി തിയേറ്ററിൽ പോകാൻ പറ്റിയ ഒരു നടനുമാണ്, സംവിധായകനാണ്. അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെട്ട കുട്ടീനെ കല്യാണം കഴിക്കുന്നു, ഒരു കുട്ടി ഉണ്ടാവുന്നു, ഒരു ഫാമിലി ലൈഫും അടിപൊളി. ഇത് രണ്ടും കൂടെ മാനേജ് നമ്മൾ പുറത്ത് നോക്കും, നല്ല അടിപൊളി ലൈഫ്. ശരിക്കും ഈ അടിപൊളി ലൈഫിൽ നേരിടേണ്ടി വന്ന സ്ട്രഗിൾസ് എന്തൊക്കെയാണ്? അല്ല, ഇത് അടിപൊളി എന്ന് പറയുമ്പോൾ ഇതിന് ബാക്കിൽ നന്നായിട്ട് പണിയെടുക്കും കൂടെ വേണമല്ലോ. നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്നുള്ളത് മാത്രമല്ലല്ലോ. ഒരു സിനിമയിലൊരു അവസരം കിട്ടുക എന്ന് പറയുന്നത് മേ ബി അവസരം കിട്ടാനും ബുദ്ധിമുട്ടാണ് ആക്ച്വലി. പക്ഷെ അവസരം കിട്ടിയാൽ ആ അവസരം ഉപയോഗിക്കുക, അല്ലെങ്കിൽ അവസരത്തിൽ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്ത് കൺസിസ്റ്റൻ്റായിട്ട് മുമ്പോട്ട് പോകുക എന്ന് പറയുന്നതിനും ഭയങ്കരമായിട്ടുള്ളൊരു എഫേർട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള പണിയെടുക്കുന്നുണ്ട്, എല്ലാ രീതിയിലും. എല്ലാം മാനേജ് ചെയ്യാൻ, ഫാമിലി ലൈഫ് മാനേജ് ചെയ്യാനാണെങ്കിലും പ്രൊഫഷണൽ ലൈഫ് മാനേജ് ചെയ്യാനാണെങ്കിലും അവിടെ റെലവൻ്റായിട്ട് നിൽക്കാനും സ്കിൽ ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ശ്രമം ആത്മാർത്ഥമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം സമയം യൂസ് ചെയ്തിട്ട് തന്നെ ഈ പറയുന്ന 24 മണിക്കൂറിൽ പറ്റാവുന്ന അത്രയും സമയം ജോലി ചെയ്യുകയും അങ്ങനെ വളരെ ഷെഡ്യൂൾഡായിട്ട് വളരെ കൃത്യമായിട്ട് തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു ആത്മാർത്ഥത നന്നായിട്ട് തന്നെ വേണം, കമ്മിറ്റ്മെൻറ്റ് നന്നായിട്ട് തന്നെ വേണം. കിട്ടിയ അവസരം എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമല്ല. അപ്പോൾ അത് പാഴാക്കി കളയാതെ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അത് എപ്പോഴും അതിന് താങ്ക്ഫുൾ ആയിരിക്കണം, ആ ഒരു അവസരം കിട്ടി എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ആ നന്ദി എപ്പോഴും ഉണ്ടാവണം, നമ്മുടെ വർക്കിലും സത്യസന്ധത ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാവുന്നിടത്തോളം കാലം നല്ല രീതിയിൽ തന്നെയൊക്കെ പോകും, ഈ പറയുന്ന സ്മൂത്തായിട്ട് തന്നെ പോകും. പക്ഷെ അത് സ്മൂത്തിലേക്കുള്ള വഴി അത്ര സ്മൂത്തല്ല, പുറത്തുനിന്ന് കാണുമ്പോൾ സ്മൂത്തായിരിക്കും. ഇപ്പോൾ സൂപ്പർ ഹീറോ പടം ഡയറക്റ്റ് ചെയ്ത ബേസിലിന് ഏതെങ്കിലും ഡയറക്ടർ ഒരു സൂപ്പർ ഹീറോ റോള് അപ്രോച്ച് ചെയ്തായിരുന്നു എപ്പോഴെങ്കിലും? എൻ്റെ അടുത്തൊരു കഥ പറയണമെന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഞാൻ ഇതുവരെ കഥ കേട്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു കഥ എന്തോ സൂപ്പർ ഹീറോ കഥയൊക്കെ ഉണ്ടെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ഞാൻ ഇപ്പോൾ അങ്ങനെ അത് പിടിക്കാൻ കുറച്ച് ബ്രേക്ക് എടുത്തിരിക്കുക, അപ്പോൾ അത് കാരണം. അതുപോലെ തന്നെ പൃഥ്വിരാജിനെ ഇപ്പോൾ ഇമ്രാനിൽ ഡയറക്റ്റ് ചെയ്തായിരുന്നു. അതുപോലെ ബേസിലിനെ തന്നെ ഒരു സൂപ്പർ ഹീറോ മൂവിയിൽ ഡയറക്റ്റ് വേണമെങ്കിൽ
ഏത് രീതിയിലായിരിക്കും ഈ ടൊവിനോനെയൊക്കെ നോക്കിയിരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഞാൻ തന്നെ ആലോചിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. അത് ഏത് സൂപ്പർ പവർ കൊടുക്കും അങ്ങനെയാണെങ്കിൽ? ഞാനാ ഞാൻ ഹൾക്കിന്റെ മൂഡ് പിടിക്കും. സിജു എന്നെ വിളിക്കത്തില്ല സിജു, കാരണം വെച്ചാൽ വിളിക്കത്തില്ല. ചിലപ്പോ സിജു ആയിരിക്കും അയൺമാൻ. ഏതാ ഹൾക്ക് ബേസിലാണെങ്കിൽ സിജു ആയിരിക്കും അയൺമാൻ. അയൺമാനാ ഹൾക്കാവാങ്കിൽ എനിക്ക് 110% അയൺമാനാകാം. ഈ ഹൾക്ക് എന്ന് വെച്ചാൽ പച്ച മനുഷ്യനാ ഇങ്ങനെ വലുതാവുന്നത്. അയൺമാൻ എന്ന് വെച്ചാൽ ഇങ്ങനെ വലിയ രൂപാറ്റൊന്നുമില്ല, ഒന്ന് മാറുന്നേ ഉള്ളൂ. എടാ അതിനൊക്കെ ഒരു മിനിമം യോഗ്യതയൊക്കെ വേണം. സ്റ്റിക്കർ ഇട്ട് നടക്കണമെങ്കിൽ പറഞ്ഞാൽ പോരെ. അതിന് ഹൾക്ക് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറും അതുകൊണ്ട് ടിനോവ താനോസ് അല്ല, ടിനോവ ഓൾറെഡി മിന്നൽ മുരളിയാണല്ലോ, മാറ്റാൻ പറ്റൂലല്ലോ. ഒരാൾക്ക് ഒരെണ്ണേ ഉള്ളൂ. ഇനി ഒരു സെഗ്മെന്റ് ആണ് ട്രൂ ഓർ ഫോൾസ്, രണ്ടുപേരും പറയണം. പറഞ്ഞ കാശ് കൃത്യമായി തന്ന വളരെ മികച്ച ഒരു നിർമ്മാതാവാണ് ടോവിനോ. ബേസിലോ സത്യസന്ധമായി പറഞ്ഞ ട്രൂ, അല്ലാണ്ട് പറഞ്ഞ ഫാൾസ്. ട്രൂ ട്രൂ ട്രൂ. ഓക്കെ, നെക്സ്റ്റ്. സിനിമയിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് അഭിനയിച്ചത് ബേസിലായിരുന്നു. ഫാൾസ്. പിന്നെ ആരടാ? ആരാ? സിജു. ഏയ്. ഇതിനെന്തോ ഒരു സത്യസന്ധത കുറവ് ഈ ഉത്തരത്തിന്. മുമ്പത്തെ ചോദ്യത്തിന് നല്ല സത്യസന്ധമായിട്ട് ഉത്തരം പറഞ്ഞല്ലോ. തെറ്റാണ്. അയ്യോടാ, എടാ ഫൈറ്റ് ഒക്കെ ചെയ്തത് നിനക്ക് ഓർമ്മയില്ലേ? അവിടെ കിടന്ന് ഉരുണ്ട് മറിഞ്ഞതൊക്കെ നീയൊക്കെ എന്ത് ചെയ്തിട്ടാ അവിടെ? ഞാനല്ലടാ മൊത്തം കഷ്ടപ്പെട്ടത്. പിന്നെ പത്തലിട്ട് ഞാൻ ബസ്സിന്റെ മുകളിൽ നിന്ന് അങ്ങ് ചാടുമല്ലായിരുന്നോ? ഇതെല്ലാം വെച്ച് തറ വീണ് കഴിഞ്ഞാൽ ഒരു പ്രശ്നം പറ്റാത്ത എല്ലാ സേഫ്റ്റിയും വെച്ചിട്ടാ ചാടിയത്. എടാ സേഫ്റ്റി വെച്ച് ചാടി എന്ന് പറഞ്ഞാൽ അവിടെ രാത്രി എല്ലാ ദിവസവും രാത്രി അവിടെ വന്ന് ചെളിക്കകത്ത് ഉരുണ്ട് മറിഞ്ഞ് കിടന്ന് ഞങ്ങൾ അപ്പുറത്തെ സോഫയെ കിടക്കുമല്ലായിരുന്നോ? എല്ലാവരും അപ്പുറം ഉണ്ടല്ലോ. നിങ്ങൾ വരുന്നതിന് മുമ്പ് കുറെ സീൻ ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ എപ്പോഴാ അത് കൂടുതൽ പറയാൻ പറ്റില്ല. ഓയിലർ. ഓക്കെ, മൂന്നാമത്തെ. സിനിമയുടെ പേര് പഴത്തിൽ കോറിയിടാം എന്ന ഐഡിയ പിന്നെ വന്നതാണ്, ആദ്യം വേറെ രീതിയിലായിരുന്നു. ഫോൾസ്. ഇപ്പൊ തീരുമാനത്തിലെത്തണം. നമ്മുടെ ടൈറ്റിലാണ് ആദ്യം വിട്ടത്. അതെ, പക്ഷെ പഴത്തിൽ എഴുതാന്നുള്ള ഐഡിയ പിന്നെ വന്നല്ലേ? തുടങ്ങുമ്പോ ഇല്ലല്ലോ, ഷൂട്ടൊക്കെ തുടങ്ങുമ്പോ ഒന്നും ഇല്ലല്ലോ. അതിനു മുമ്പേ ഉണ്ട്. ആണോ? അത് പവിയാണ് ഡിസൈൻ ചെയ്തത്. പവിയാണ് അതിന്റെ. ഈ പിന്നെന്ന് പറയണത് എപ്പോഴാന്നുള്ളത് സ്പെസിഫൈ ചെയ്യണം, എന്നാലേ അതിന് ട്രൂ ഓർ ഫാൾസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ പിന്നെ എപ്പോഴാണ്? അതായത് സിനിമ തുടങ്ങുന്നതിന് മുന്നേ, സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ, ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ. അതെ അതെ. ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ട്. ഉണ്ടോ? ഐഡിയയുടെ സമയത്തൊന്നുമില്ല. ഇല്ല. പോസ്റ്റർ പവിശങ്കർ ഡിസൈൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് സ്ക്രിപ്റ്റ് ചെയ്യണ സമയത്തൊന്നും ഇല്ല. അതിനുശേഷം സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് പവി സ്ക്രിപ്റ്റ് കേട്ടതിന് ശേഷം ആണല്ലോ ഡിസൈനർ ഇത് ചിന്തിക്കുന്നത്. ഡിസൈനർ ചിന്തിച്ചു കഴിഞ്ഞപ്പോ ട്രൂ. ഡിസൈനർ വരുന്നതിന് മുമ്പ് ഫാൾസ്. ഓക്കെ, അടുത്ത. സിനിമയിലെ സ്പൂഫ് ഡയലോഗും റെഫറൻസും കണ്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ചീത്തവിളി കേൾക്കും എന്ന് ഉറപ്പുണ്ട്. ഇല്ല, അങ്ങനെ ഫാൾസ്. ഫോൾസ്. അങ്ങനെ ആരെയും നമ്മൾ കിട്ടുവാന്ന് തന്നെ ഇവരല്ലേ പറയുന്നു. സ്പൂഫും റെഫറൻസുകളൊക്കെ ഒരുപാടുണ്ട്. അങ്ങനത്തെ ഇവരുടെയൊക്കെ ഒരു സ്ട്രെങ്ത് ആണല്ലോ മൊത്തത്തിൽ അങ്ങനത്തെ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒരുപാടുണ്ട്. റെഫറൻസുകളും സ്പൂഫുകളും പാരഡികളൊക്കെ ഉണ്ട്. പക്ഷെ മൊത്തത്തിൽ എന്നാൽ ഒരു സ്പൂഫ് സിനിമയല്ല, ഇതിന്റെ ഒരു മിക്സ് ഓഫ് എല്ലാം ആണ്. കാര്യം അങ്ങനെ വേദനിപ്പിക്കുന്ന രീതിയിലൊന്നുമില്ല. ബീസ്ലറിൻ്റെ അടുത്ത് ബീസ്ലറിൻ്റെ ലൈഫിനെ കുറിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ സുചേട്ടൻ ഒരു സ്മൂത്ത് ലൈഫ് എങ്ങനെയാണ്? അതായത് ഒരു ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നൊരു ഫീല് വന്നു, അതുകൊണ്ടാണ് ചോദിച്ചത്. ആ ഒരു സ്മൂത്ത് ലൈഫ് എങ്ങനെയാണ്? ഭയങ്കര പാടായിരുന്നു. ഭയങ്കര പാടെന്ന് വെച്ചാൽ നമ്മൾ സിനിമ ആഗ്രഹമായിട്ട് ഇറങ്ങുന്നു, ഓഡിഷനുകളെല്ലാം പോകുന്നു. ആ സമയത്ത് ഓഡിഷന് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ 5 പേർക്ക് വേണ്ടിയിട്ടാണ് ഓഡിഷൻ നടത്തുന്നത്. നമ്മൾ ചെല്ലുന്ന 500 പേരാണ്. നമ്മൾ അവരുമായിട്ടൊക്കെ നിന്ന് ഒക്കെ ഭയങ്കര ഇതാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. വീട്ടുകാർ നോക്കുമ്പോൾ അവൻ എന്നും കൊച്ചിക്ക് പോകുന്നു, ഒന്നും നടക്കുന്നില്ല, തിരിച്ചു വരുന്നു. വീട്ടിൽ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യലി നമുക്കൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പം അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം വരുവാണെങ്കിൽ കൊടുക്കാൻ നമ്മുടെ ഒന്നും ഇല്ല. ഞാൻ ഇരിക്കും ഒന്നും പറ്റിയില്ലെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും പറ്റില്ല, ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാകരുതെന്നൊക്കെയാണ് എപ്പോഴും. പിന്നീട് സിനിമകൾ തുടങ്ങുന്നു, പല ഡയറക്ടർമാർക്ക് മെസ്സേജ് അയക്കുന്നു, അവർക്ക് തിരക്കുകളുണ്ട്, നമ്മുടെ മെസ്സേജ് ഒന്നും ഓപ്പൺ ചെയ്യാനുള്ളതൊന്നുമില്ല. അന്ന സമയത്താണ് നമുക്ക് ഈ ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞൊരു വലിയ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ലോക്ക്ഡൗൺ മോശമായിരുന്ന സമയത്ത് നമുക്കതിനെ റീൽസ് ചെയ്യാനും എന്നുള്ളൊരു പ്ലാറ്റ്ഫോം ഇവിടെ ഉണ്ട് എന്നുള്ളത് പലരും ചെയ്തു തുടങ്ങിയിരുന്നു. അങ്ങനെയാണ് പിന്നെ റീൽസിലേക്ക് തുടങ്ങുന്നത്.
ആ റീൽസിൽ നിന്നാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. റീൽസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ 1 വർഷത്തോളം 1.5 വർഷത്തോളം റീൽസ് ചെയ്യുമ്പോഴും ഇതിനകത്ത് നിന്ന് എനിക്ക് ഏണിങ്സ് ഒന്നും കിട്ടുന്നില്ല. ഇപ്പം നിങ്ങൾ പറയുന്ന പോലെ യൂട്യൂബിൽ നിന്ന് എല്ലാവർക്കും ഏണിങ്സ് കിട്ടുന്ന സമയത്ത് എനിക്കൊരു 5 പൈസ കിട്ടിയിട്ടില്ല. എൻ്റെ മോണിറ്റൈസർ പോലും അല്ല. ആൾക്കാർ കാണുന്നുണ്ട്, വലിയ റീച്ചൊന്നും ഇല്ല, 10,000 അങ്ങാണ്ടേ ഉള്ളായിരുന്നു എൻ്റെ റീച്ച് പോലും. അതിൽ നിന്നാണ് അപ്പോഴും വീട്ടുകാർ നോക്കുമ്പം അതുകൊണ്ട് അവന്മാരൊക്കെ പൈസ ഉണ്ടാക്കുന്നു, ഇവൻ ഇവിടെയും ഫെയിൽ എന്നുള്ള രീതിയിലായിരുന്നു. അത് അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. പിന്നീടാണ് രോമാഞ്ചം, അതിലൊരു റീല് കണ്ടിട്ട് രോമാഞ്ചത്തിലേക്ക് എനിക്ക് എൻട്രി കിട്ടും. രോമാഞ്ചത്തിന് ശേഷമാണ് എനിക്ക് പിന്നെ ഒരു ഇതിലേക്ക് കിട്ടി. സ്ട്രഗിളിങ് എല്ലാവർക്കും ഒരുപോലെയാണ്. സ്ട്രഗിൾ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാണല്ലോ, ഞാൻ നാടിന് വേണ്ടിയൊന്നും അല്ലല്ലോ സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സ്ട്രഗിൾ ചെയ്യുമ്പം അത് എനിക്ക് വേണ്ടി എന്നുള്ള പരിപാടിയാണ്. അത് തന്നെ നമ്മൾ അത്ര ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പണിയെടുത്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും, അത്രേ ഉള്ളൂ. മരണമാസത്തിൽ 4 എൻട്രി ഉണ്ട്, മാസ് എൻട്രി ഉണ്ട് എന്ന് പറഞ്ഞു. ഗുരുവായൂർ അമ്പലനടയിൽ നമുക്കൊരു മാസ് എൻട്രി കിട്ടിയായിരുന്നു. അതുപോലെ എൻട്രി വല്ലതും മരണമാസത്തിൽ പ്ലാൻ ചെയ്തിരുന്നോ? ഗുരുവായൂർ അമ്പലനടയിൽ എവിടെയാ മറ്റേ ആ ബോംബ് സെറ്റില്? ഞാൻ ഒരു സിനിമയിലാണ്. അല്ല, സെറ്റില് അതാ ഇവിടെ പ്രിയപ്പെട്ടവരൊക്കെ സിനിമ എടുക്കുന്നവന്മാരാരും നമ്മളെ ചൂഷണം ചെയ്യാന്നുള്ളതല്ലാതെ. ആ ഗുരുവായൂരിനെ പറ്റി എന്താണ് അഭിപ്രായം? ഗുരുവായൂർ സൂപ്പർ അല്ലേ? ആ ക്ലബ് ഓഫ് തന്നെ ആ വീഡിയോ കിടപ്പുണ്ട്. എന്താ പറഞ്ഞു ചെയ്യിപ്പിച്ചതാന്ന് പറഞ്ഞിട്ടുള്ളത്. മാസ് എൻട്രിയോ? ആ അതാ ചോദിച്ചത്. അതിനെ കുറിച്ചാണോ? ആ അതില് അതെന്താണ് അപ്പൊ ഇതില്? മരണമാസത്തിൽ അങ്ങനെ ഒരു സംഭവം പ്ലാൻ ചെയ്തിരുന്നോ ചോദിക്കുക. ഇല്ലില്ല, മരണമാസത്തിൽ അങ്ങനത്തെ വരുമ്പോ എല്ലാരും എഴുന്നേറ്റിരിക്കും. ഇവിടെ ഉറങ്ങാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പൊ പിന്നെ എൻട്രി ഒന്നും മറ്റേതില് ഞാൻ പറഞ്ഞു ഏൽപ്പിച്ചതൊന്നുമല്ല. വീണ്ടും വീണ്ടും പറയാം, തെളിവ് വീഡിയോ കിടപ്പുണ്ട്. എന്തെങ്കിലും ആട്ടെ. അതൊരു സിനിമയിൽ മരണമാസം എൻട്രി ഉണ്ടോ? ഈ സിനിമയില്? ഈ സിനിമയിൽ ഓ എല്ലാം ക്യാരക്ടർ അത്രയൊന്നും ഇല്ല, പക്ഷെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. അങ്ങനെ ഒരു എൻട്രി കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അത് വെച്ചു കൊടുത്തിട്ടുണ്ട്. മൂന്ന് ഇൻട്രോ കണ്ടുണ്ട് പടത്തില്. ഒന്നും നോക്കിയിട്ടില്ല, പക്ഷെ അറിയാലോ ഇവന്മാരൊക്കെയാണ് അതിൻ്റെതായിട്ടുള്ള പൊക്കി വെക്കുന്നതനുസരിച്ചിട്ട് നേരെ താവട്ടിടും, തള്ളി ഒരൊറ്റ ചവിട്ട ആ മൂട. നമ്മുടെ ട്രെയിലറിലും ഉണ്ടല്ലോ ഉള്ളിന്ന് വരുന്നതല്ല തോന്നുന്നു. പുഷപ്പ് എടുക്കുക. ആ ട്രെയിലറിൽ ട്രെയിലറിലുണ്ടല്ലോ മറ്റേ ഈ സാധനം പൊക്കുക. ആ പടത്തിന്റെ റെഫറൻസ് ഉണ്ടല്ലോ അത്. ഇവന്മാരൊക്കെ പൊക്കുമ്പോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. തൊട്ടപ്പുറത്ത് താഴോട്ട് ഉന്തിയിടും. ഇത് എല്ലാതെ ഒന്നിനും വിശ്വസിക്കാൻ കൊള്ളൂല. അത് സിനിമയിലാണെങ്കിലും ശരി, സിനിമയ്ക്ക് പുറത്താണെങ്കിലും ശരി. മരണമാസത്തിലെ ക്യാരക്ടേഴ്സിന്റെ പേരുകൾ ഭയങ്കര രസമുള്ള സാധനങ്ങളാണ്. ലൂക്ക്, സുരേഷേട്ടന്റെ പേര് ജിക്കു, അങ്ങനത്തെ പേര് അത് ആരുടെ ഐഡിയ ആയിരുന്നു? അല്ല, പേരുകളും കുറെ ഡിസ്കഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അരുവി, ജിക്കു, ജിതിൻ കുമാർ സി, ലൂക്കൊക്കെ കുറേ പേര്, നമ്മൾ കുറേ പേരുകൾ ഇങ്ങനെ വെച്ചിട്ട്. കാരണം മൊത്തത്തിൽ നമ്മുടെ പടത്തിൽ വള്ളിക്കുന്ന് സ്ഥലപ്പേരാണെങ്കിൽ പോലും കുറേ വള്ളികളുള്ള സ്ഥലം. വീണപ്പൂവ്, ബസ്സിന് പേര് വീണപ്പൂവ്, കുമാരനാശൻ്റെ വീണപ്പൂവ് എന്ന് വെച്ചാൽ മരിച്ച. അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികളൊക്കെ ഇപ്പോൾ നമ്മൾ വെക്കുന്ന ലോക്കൽ ചാനൽ VLC, വള്ളിക്കുന്ന് ലോക്കൽ ചാനൽ, അതിൻ്റെ ലോഗോ നമ്മൾ VLC പ്ലെയറിൻ്റെ ഒപ്പം അങ്ങനെയുള്ള പരിപാടികളൊക്കെ കുറച്ച് നമുക്കൊക്കെ രസമായിട്ടുള്ള. നൊമ്പരപ്പഴോ? ആ നൊമ്പരപ്പൂ എന്ന് വെച്ചാൽ അതടുത്തായിരുന്നു. ഈ ന്യൂസ് റീഡിങ്ങിലൊക്കെ ഒരു പഴത്തിൻ്റെ പേര് വെക്കണമെന്ന് പറഞ്ഞു. അപ്പം ഉള്ള പൂവമ്പഴം അല്ലെങ്കിൽ ഞാലിപ്പൂവമ്പഴം പാളന്തോടെന്ന് വെക്കുമ്പോൾ അതിനകത്തൊരു സംഭവമില്ല. അപ്പം എന്ത് പഴം വെക്കും എന്നുള്ള ഡിസ്കഷൻ വന്നു. അപ്പം ഇതൊരാളുടെ നൊമ്പരമാണ്, ഇതൊരാളുടെ വിഷമമാണ്. അപ്പോൾ പിന്നെ പറഞ്ഞപ്പം ഇങ്ങനെ വിഷമത്തിൻ്റെ പല പര്യായങ്ങളും നോക്കി. അപ്പോൾ സങ്കടം, ഇങ്ങനെ അതിനകത്തൊരു നൊമ്പരം എന്ന് പറഞ്ഞ അങ്ങനെ നൊമ്പരപ്പൂ എന്ന് പറഞ്ഞ പഴം നമ്മളവിടെ സെറ്റ് ചെയ്യുക. എനിക്ക് ട്രെയിലർ കണ്ടിട്ട് ചോദിക്കാൻ തോന്നിയത്, നാഗവല്ലി ചേച്ചിയുടെ ക്യാമിയോ ഉണ്ട്? ഓ ക്യാമിയോ ഇല്ല, അതിനകത്ത് പക്ഷേ പരിപാടി ഉണ്ട്. ഓട്ടോ ഉണ്ടായിരുന്നു. ഓ സുരേഷ് ചേട്ടൻ്റെ അതെ, കല്യാണം കഴിക്കാൻ പാത്തു. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമുക്കൊരു സെഗ്മെൻറ്റിലേക്ക് പോവാം. സെഗ്മെൻറ്റിൻ്റെ പേര് മരണമാസ് സെഗ്മെൻ്റ് എന്നാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഏറ്റവും കൂടുതൽ തമാശ പറഞ്ഞ മരണമാസ് കോമേഡിയൻ ആരാണ്? തമാശയോ? ചളിയായിരുന്നെങ്കിൽ എൻ്റെ പേര് പറയും. സുരേഷ് ചേട്ടൻ പഴയ കഥകളൊക്കെ ഇഷ്ടം പോലെ പഴയ കഥകളും ഫുൾ കോമഡിയൻ. ഓ സുരേഷ് ചേട്ടൻ നമ്മൾ വിചാരിക്കുന്നൊന്നുമില്ല. സുരേഷ് ചേട്ടൻ അടിക്കുന്ന കഥയൊക്കെ സ്കൂളിലെ കഥയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം പോവും, അത് നമ്മൾ പറഞ്ഞാൽ ശരിയാവില്ല. അയ്യോ നമ്മൾ പറഞ്ഞാൽ പാളിപ്പോ. സ്കൂളിലെ കഥകളൊക്കെ ഇട്ടിട്ട് ഞാൻ വെച്ചു, നിങ്ങൾ പറഞ്ഞില്ലേ പണ്ട് സ്കൂളൊക്കെ അന്തക്കാലത്ത് വേണമെങ്കിൽ ആ മനുഷ്യ അതൊക്കെ ചെയ്തേനെ. ഭയങ്കര വേറെ മാതിരി വേറെ കഥകളും. പിന്നെ ഇൻഡസ്ട്രിയിലൊക്കെ ആർക്കും ഓരോരുത്തർ രഹസ്യ കഥകളൊക്കെ വന്ന് പറയും.
വന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇന്ന് ചിരിച്ചു കഴിയുമ്പോൾ ഇതെങ്ങും പോയി പറയല്ലേ, പേടിയാ, ഇതെങ്ങും പോയി പറയല്ലേ, ഞാൻ തിരിച്ച് വീണ്ടും ചെന്നൈ പോകേണ്ടി വരുമെന്ന്. കാരണം ചെന്നൈ അങ്ങനെയാണ്. ഓ അടിപൊളിയാ, ഭയങ്കര അടിപൊളിയാ. ഇനി മരണമാസ് സെറ്റിൽ ഏറ്റവും കൂടുതൽ മരണമാസ് അബദ്ധങ്ങളിൽ പെട്ട ആളാരാണ്? അത് പെടുത്തുന്നതാണല്ലോ, ശത്രുക്കളാ ചുറ്റും. പെടുത്തുന്നത് കൊണ്ടാണ്, അല്ലാതെ അബദ്ധങ്ങൾ ചെയ്യുന്നതല്ല. നമ്മളിങ്ങനെ എണ്ണം പണി വാ തുറക്കാൻ പോലും പറ്റില്ല, എല്ലായിടത്തും ക്യാമറയാ. ഉമ്മാര് ഇങ്ങനെ എന്തെങ്കിലും ഇപ്പൊ കിട്ടും എന്ന് പറഞ്ഞ് നോക്കിയിരിക്കും. അങ്ങനെ പല വീഡിയോസൊക്കെ ഉമ്മാരുടെ കയ്യിലുണ്ട്. ഇപ്പൊ അതും ഭീഷണിപ്പെടുത്തിയിട്ട് എൻ്റെ അടുത്ത് നിന്ന് പൈസ മേടിക്കലാണ് ഇവിടുത്തെ മെയിൻ. ദുബായിലൊക്കെ പോയപ്പോൾ ചോക്ലേറ്റ് ഒക്കെ ഞാൻ മേടിച്ചുകൊണ്ട് കൊടുത്തു. അതൊക്കെ പറഞ്ഞു ദുബായ് പോവാണെന്ന് പറഞ്ഞ് ഇന്ന് ഇങ്ങനെ ഒരു ചോക്ലേറ്റ് മേടിച്ചുകൊണ്ട് പോകും, ഇല്ലെങ്കിൽ ഞാൻ ആ വീഡിയോ പുറത്തു വിടും അങ്ങനെ പറയും. കഴിഞ്ഞ ദിവസം കൂടെ എന്തോ പറഞ്ഞപ്പോൾ എന്നാൽ ഞാൻ ആ വീഡിയോ പുറത്തു വിടും അങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെ എന്തോ ഇനി ഒരുപാടുണ്ട്. സിസ്റ്ററിന്റെ ഭീഷണി ഭയങ്കര ഫേമസ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഫോൺ പിടിച്ചു വിട്ട് 5000 രൂപ വാങ്ങിക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയ ഭീഷണിയായിരുന്നു. ഇതൊക്കെ രസമല്ലേ, ഇവനിങ്ങനെയാ ജീവിക്കുന്നേ. യൂട്യൂബ് മറ്റേ ഇതൊന്നും മോണിറ്റൈസ് ഒന്നും ചെയ്തിട്ടില്ല, മോണറ്റൈസ് ചെയ്തിട്ടില്ല എന്നല്ല പറഞ്ഞു. മോണിറ്റൈസേഷൻ മോണറ്റൈസ് അതിനങ്ങനെയാണോ വായിക്കുന്നത്? ഓക്കെ ഓക്കെ. മോണറ്റൈസ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പൈസ ഒന്നും ഇല്ല. പക്ഷെ ഇവന് ഇങ്ങനെ പൈസയൊക്കെ ഉണ്ടാക്കാൻ അറിയാം, ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാന്ന് പറയുമ്പോൾ. ഞാൻ പറയുന്നില്ല പോട്ടത്. വിട്ട് സെറ്റിലെ മരണമാസ് പാട്ടുകാരനാരാണ്? ബേസിലായിട്ട് പാടും. ഞാൻ നെക്സ്റ്റ് ചോദിക്കാൻ, ഇപ്പൊ ഡാൻസ് ഒക്കെ കണ്ടിനി, അടുത്ത ഏത് സിനിമയിലാണ് പാട്ടുകാരനായിട്ട് അല്ല, വരാൻ പോണേ? ഓൾറെഡി ഈ പടത്തിൽ പാടിയിട്ടുണ്ടല്ലോ, ജയജയിലും പാടി, പിന്നെ ചെക്കനങ്ങനെ. നോക്കി അത് സിയാവുള്ളൊക്കെ പാടി. അല്ല, അതിന് മുമ്പ് അതിന് തുടക്കമില്ലേ, കണ്ടോ ഇവിടെ അതല്ലേ? ചെക്കൻ എങ്ങനെ? അല്ല, അതിനകത്ത് ഏതൊരു ബിറ്റ് പാടിയിട്ടില്ലേ? ഇല്ല. ഓക്കെ, അപ്പൊ ജയ ജയ ഹേ. അതിന് മുമ്പ് ബേസിലിന്റെ പാട്ട് ഫേമസാ, പുതിയ പുതിയ ഈ പടത്തിലും പാടിക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. എന്നത് അവസാന നിമിഷങ്ങളിലേക്ക് അത് മാറ്റുമായിരുന്നു. അതും കൂടെ വേണമായിരുന്നു. അതെ, ഇപ്പൊ ചെയ്യാത്തൊന്നുമില്ല. പൊന്മാലില് വള്ളം തുഴഞ്ഞു, ഇതിലിപ്പോ പാടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ രസമാനെ. ക്രിക്കറ്റ് കളിക്കും, ഇതൊക്കെ കഴിവയച്ചാണ്, എന്ത് കഴിവില്ല, ഓരോ കഴിവുകളയച്ചാണ്. ഒരു കഴിവുകൾ ഡയറക്ടർ എല്ലാരും വന്ന് വയ്ക്കുക, അഭിനയം നിർത്തി, ഞങ്ങളുടെ ഡയറക്ടർ തിരിച്ചു വരുമെന്ന്. അപ്പൊ ഇവിടെ നമ്മുടെ പാട്ടുകാരൻ ബേസിലാണോ? ബേസിലാണ്. മറ്റേ മഴയൊക്കെ ഈ പടത്തിനകത്താണ് ഞാൻ 50 ചാർട്ട് ചെയ്ത് 10-75 ദിവസമൊക്കെ പോയി, 75 ദിവസം പോയി. കാരണം 25 ദിവസം അങ്ങോട്ട് മഴ പെയ്തു, 22-25 ദിവസം മഴ പെയ്തു. അപ്പം ആ സമയത്തൊക്കെ എല്ലാവരും മറ്റേ കൂടാരമൊക്കെ അടിച്ചിരുന്ന് ഇരിക്കുക. അപ്പം ബേസിലൊക്കെ എല്ലാവരും ഒന്ന് പാടും. അപ്പം ബേസിലൊക്കെ അതിന്റെ ഒരു വീഡിയോ ഒക്കെ ഇരിപ്പുണ്ട്. ഇപ്പൊ പാടൂ? ഇല്ല, പൊതുവേദികളിൽ പാടാറില്ല. പ്ലീസ് പാട്. രണ്ടുപേരും ക്ലബ് എഫ് എമ്മിൽ നല്ല നല്ല പാട്ടുകൾ വരുമ്പോ പറഞ്ഞ ഇതൂടെ കയറിപ്പോട്ടെ. സിനിമയിൽ പാടാം, അതാ നല്ലത്, അതാ സേഫ്. മറ്റേ സാധനമൊക്കെ ഇട്ട്, ഏത് സാധനം, ഓട്ടോ ട്യൂണൊക്കെ. കൂട്ടത്തിലെ മരണമാസ് ഫുഡി ആരാണ്? ഫുഡ് എല്ലാരും കഴിക്കും. കൂടുതൽ ഫുഡ് കഴിക്കണ ആള് രാജേഷ് നന്നായിട്ട് ഫുഡ് കഴിക്കുന്നു അല്ലേ? സുരേഷ് സുരേഷ് ഏട്ടൻ നന്നായിട്ട് ഫുഡ് കഴിക്കും. സുരേഷ് അൽഫാം ഒക്കെ ഓർഡർ ചെയ്തിട്ടിരുന്നു, കഴിച്ചോണ്ടിരിക്കുമ്പോ കയറി വരുമ്പോ സിജു പിന്നെ ഓർഡർ ചെയ്യും. നമ്മൾ കയറി ഇവർക്ക് കറക്റ്റ് ടൈമിൽ ഫുഡിങ് കറക്റ്റ് ടൈമാണ്. ഈ നൈറ്റ് ആകുമ്പോൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. നമ്മൾ വരുമ്പോഴത്തേനും പിന്നെ അവിടെ ഒരു മന്തിക്കടയിൽ നിന്ന് ഫുഡെല്ലാം അതൊക്കെ ഇവിടെ ഡയറ്റ് ഫുഡ്. ഈ ഡയറ്റ് ഫുഡൊക്കെ നമ്മൾ ആദ്യമായിട്ട് നമ്മളിത് എത്തും കഴിക്കാൻ തുടങ്ങി നമുക്കിത് കാണുമ്പോൾ ഭയങ്കര രസമായിട്ടൊക്കെ തോന്നും. നൂഡിൽസ് പോലെ ഇരിക്കുന്ന ഒരു സാധനം, പിന്നെ വേറെ എന്തൊക്കെയോ സാധനം കൊള്ളാം, നമുക്ക് ഭയങ്കര ഇതാ, ചോദിക്കാനും പാടില്ലല്ലോ. അപ്പം നമ്മൾ തൊട്ടപ്പുറത്ത് വരുന്ന ചോറും കറിയും പൊറോട്ടയൊക്കെ കൊടുത്തിട്ട് നിന്ന് കഴിക്കുമ്പം അവിടെ ഇളകും. ഇച്ചിരി ചോറിക്ക് തരാം, അപ്പോൾ പിന്നെ ഇത് കൊടുത്തിട്ട് അത് നമ്മളിങ്ങനെ എടുക്കും. അത് വായിലൊക്കെ കൊള്ളൂല. പക്ഷെ ഒരു പ്രാവശ്യം കഴിക്കുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, അത്രേ ഉള്ളൂ. കാണുന്ന രസമൊക്കെ ഉള്ളൂ. സ്ഥിരം കഴിക്കുന്നു നൂഡിൽസ് പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും വലിയ വിലയൊന്നുമില്ല. മരണമാസ് ഡാൻസർ ആരാണ്? ബേസിലിക്ക. സിമ്പിൾ. അല്ല, ഇതില് സത്യസന്ധമായിട്ട് കുറച്ച് മെനയായിട്ട് ഡാൻസ് കളിക്കാൻ അറിയുന്നത് അനീഷ്മയ്ക്കാണ്, ഇതിലെ നായികയ്ക്കാണ്. അനീഷ്മയോട് പോയി പറയുന്നു, നീ എവിടെ പഠിച്ചത്? മറ്റേ ഭീഷണിയുടെ സ്വരം. അനീഷ്മയ്ക്ക് നന്നായിട്ട് സ്റ്റെപ്പൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. സ്റ്റെപ്പ് പഠിക്കലാണല്ലോ ഏറ്റവും പാട് ഡാൻസ് കളിക്കുമ്പോൾ. ഐ മീൻ ഡാൻസ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് പഠിക്കലാണല്ലോ. എന്നാലും ഇപ്പോൾ ചില സ്റ്റെപ്പൊക്കെ നമുക്ക് ഈസി ആയിട്ട് പറ്റും.
ചില ടൈപ്പ് സ്റ്റെപ്പ് നമുക്ക് ഭയങ്കര പാടാണ്. ഈ നീരജ് മാധവ കളിക്കുന്ന ടൈപ്പ് സ്റ്റെപ്പൊന്നും നമുക്ക് പറ്റൂല. ഭയങ്കര പാടുള്ള സ്റ്റെപ്പാണ്. കുറച്ച് ഹിപ്പ് ഹോപ്പ് ഫ്രീ സ്റ്റൈൽ എന്നൊക്കെ പറയണതൊക്കെ. അത് അറിയണവർക്ക് പെട്ടെന്ന് കിട്ടും. കാലിങ്ങനെ എടുത്ത് കാലും കൊണ്ടൊക്കെ ഉള്ളൊരു സ്വാഗാണല്ലോ. അപ്പം അത് അനീഷ്മയ്ക്കൊക്കെ പെട്ടെന്ന് പഠിക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. അനീഷ്മ 2 പ്രാവശ്യം പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും ഇത്ര എളുപ്പത്തിൽ നമുക്കെന്താ അത് വരാത്ത ഇവന്മാർ കളിക്കണാണോ നല്ല രസമുണ്ടല്ലോ, നമ്മളിടുമ്പോൾ എന്താ ഇങ്ങനെയാവുന്നു, നമ്മളിടുമ്പോൾ വേറെ മാതിരി പോകുന്നു. പിന്നെ മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെ ഈ കാലിങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് പിന്നെ ഈ കാല് ഇങ്ങോട്ട് വെക്കണം എങ്ങനെയാണെന്നുള്ള ബേസിക് സിമ്പിൾ സാധനമായിരിക്കും. ഈ ടൈമിങ് കിട്ടൂല. സോളോ ഡാൻസ് കളിച്ചപ്പോൾ അതിനകത്ത് ഒരാളെ മാത്രമേ ശ്രദ്ധിച്ചായിരുന്നു. ബേസിലായിട്ട് ഡാൻസ് ഇല്ല, ബാക്കി എല്ലാവരും സ്ലോളോ ഉണ്ട്, ശ്രദ്ധിച്ചോ? അപ്പം ഞാൻ പറഞ്ഞു ബേസിലായിട്ട് ബാക്കി കളിക്കാം. ഇല്ലില്ലില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ പിന്നെ ഞാൻ കുറേ കുത്തി ചോദിച്ചു പറയല്ല, സിംഗിളായിട്ട് കളിക്കുമ്പോഴേ തെറ്റെടുത്ത് കാണാൻ പറ്റുമെന്ന്. അത് ബാക്കിയാകുമ്പോൾ കൂടെയുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ എഡിറ്റൊക്കെ ചെയ്താൽ കയറി സിംഗിൾ അങ്ങനെ മാറിയതാ. എന്നിട്ട് പറയുക കാലിങ്ങനെ കാര്യമല്ലേ പറഞ്ഞു, അതന്നെയല്ലേ ഞാനും പറഞ്ഞത്. അല്ലാതെ ഇതെല്ലാം എളുപ്പത്തിൽ ചെയ്തു എന്നാണോ ഞാൻ പറഞ്ഞത്. എന്നിട്ട് ആ സുരേഷ് ചേട്ടൻ വരെ കളിച്ച്. സുരേഷ് ചേട്ടൻ കളിച്ചു എന്ന് പറയാം. ഡാൻസ് ആണെന്ന് ഞാൻ ഇതുവരെ അത് അംഗീകരിച്ചിട്ടില്ല. എന്തോ കളിച്ചു, ആക്ഷൻ സോങ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ട്രെയിലറിൻ്റെ കമൻസിലെ CET കോളേജിലെ പിള്ളേർ കമൻ്റ് ഇട്ടായിരുന്നു ഇങ്ങനെ, പണ്ട് സീനിയർ ഇത്രയും മരണമാസമായിരുന്നു വിചാരിച്ചില്ല, പക്ഷെ ഇപ്പോൾ ഇദ്ദേഹം ശരിക്കും ഒരു മരണമാസമാണ്. പറഞ്ഞിടിപ്പിച്ച അവിടുത്തെ ഇതിനകത്തൊക്കെ ഇപ്പോഴും കാണും ഗ്രൂപ്പിലൊക്കെ. പെയ്ഡ് പ്രൊമോഷൻ ആണോ? പ്ലീസ് കമന്റ് ദിസ് കമന്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അല്ല ഈ ഓഫർ കൊടുത്തോണോ, അടുത്ത നിങ്ങളുടെ മറ്റേ ഫംഗ്ഷന് ഞാൻ വരാം ഗസ്റ്റ് ആയിട്ട്, കമന്റ് ഇട എല്ലാവരും വന്നൊന്ന്. എനിക്ക് ജൂനിയേഴ്സ് ആണ് കമന്റ് ചെയ്തിരിക്കുന്നത്. എന്താ പറയാനുള്ള ഇപ്പോഴത്തെ കുട്ടികളാണോ അത്? സന്തോഷം. ഒച്ചവാക്കില്ല. അടുത്ത കമന്റ്, ഈ മനുഷ്യന് മാത്രമാണ് ഇതുപോലത്തെ സ്ക്രിപ്റ്റ് കിട്ടുന്നത്, കിടു ഐറ്റം. എന്താണ് പറയാനുള്ളത്? ഇല്ല, അങ്ങനൊന്നുമില്ല. സംഭവിച്ചു അതൊക്കെ അങ്ങ് സംഭവിക്കുന്നു, അത്ര തന്നെ. നല്ലത് സ്ക്രിപ്റ്റ് ഇപ്പോൾ ഒരാളുടെ നിന്ന് കേൾക്കുമ്പോൾ എത്ര ടൈം എടുക്കും നമ്മൾ യെസ് പറയാനായിട്ട്? എത്ര ടൈം ഇല്ല, ആലോചിച്ചില്ല? ഭയങ്കര എക്സൈറ്റിംഗ് ആണെങ്കിൽ അപ്പം തന്നെ യെസ് പറയും. ഇപ്പോൾ ജയ ഹേ അല്ലെങ്കിൽ ജാനേമൻ, പാൽത്തു ജാൻവർ, അതെല്ലാം ഫാലിമി ഒക്കെ അങ്ങനെ തന്നെ പറഞ്ഞതാണ്. അങ്ങനെ ഡിലേ ചെയ്ത് പറഞ്ഞിട്ടുള്ളതൊന്നുമില്ല. നല്ലത് നമുക്ക് അപ്പം തന്നെ എക്സൈറ്റഡ് ആവാറുണ്ട്. ചിലത് പിന്നെ വേണ്ടാന്ന് വെക്കാറുമുണ്ട്. ഒരു ഡയറക്ടർ എന്നുള്ളൊരു പ്രൊഫൈൽ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ഇതിൻ്റെ ഒരു ലേണിംഗ് പ്രോസസ്സ് ഉണ്ടല്ലോ, അവിടെ നടക്കുന്ന ഒരു ലേണിംഗ് പ്രോസസ്സ് ഉണ്ടല്ലോ. അവിടെ സ്ക്രീൻ റൈറ്റിങ്ങിനെ കുറിച്ചും അല്ലെങ്കിൽ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ലേണിങ്ങും അത് ആ ബ്രെയിൻ സ്റ്റോമിങ് എപ്പോഴും അവിടെ നടക്കുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഒരു സിനിമ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ എഴുത്ത് നടക്കുകയായിരിക്കും, അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ നടക്കുമായിരിക്കും. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ആ തോട്ട് പ്രോസസ്സുകൾ എപ്പോഴും അവിടെ നടക്കുന്നുണ്ട്. ഇത് വരുമ്പോൾ ഒരു ബാലൻസ് ഉണ്ടാവും. അതൊക്കെയാണ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ എപ്പോഴും അത് ശരിയാവണമെന്നൊന്നുമില്ല. ജഡ്ജ്മെൻറ്റ്സൊക്കെ മനുഷ്യന്മാരല്ലേ, എന്ത് വേണമെങ്കിലൊക്കെ സംഭവിക്കാം. അപ്പം അത് ഇതുവരെ അത് നന്നായിട്ട് തന്നെ പോയി എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ തന്നെ പോട്ടെ എന്ന് വെച്ചു. കമന്റ് ബോക്സിൽ നാഗചേച്ചിയുടെ ഫാൻസും കൂടി ഉണ്ടായിരുന്നു. നാഗചേച്ചിയുടെ ഒരു സെലക്ഷൻ എങ്ങനെയായിരുന്നു നമ്മുടെ ഭരണമാസിൽ? നമുക്ക് ഇല്ല, നമ്മൾ ഒത്തിരി ഓപ്ഷനിലോട്ടൊന്നും പോയില്ല. നമുക്ക് ആദ്യം തന്നെ നാഗയം തന്നെ വേണമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. കാരണം പുള്ളിക്കൊരു പേര് വരുമ്പോൾ ഒരു ഭയങ്കര ഫ്രഷും ആയിരിക്കണം, ആൾക്കാർക്ക് ഒരു കോംബോ, ഒരിക്കലും ആൾക്കാർ പ്രതീക്ഷിക്കാത്തൊരു കോമ്പിനേഷൻ വേണമെന്നുള്ളൊരിതുണ്ടായിരുന്നു. അങ്ങനെയാണ് നാഗ വരുന്നത്. നാഗ വന്നത് പക്ഷേ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു തരത്തിലുള്ള ഡീറ്റെയിൽസ് ഒന്നും നമ്മളില്ലായിരുന്നു. പിന്നെ നമ്മളത് എടുത്തിട്ട് വിളിച്ചിട്ട് നമ്മൾ അവരുടെ വീട്ടിൽ ചെന്നിട്ട് എല്ലാ പെർമിഷനെല്ലാം എടുത്ത് ഒക്കെ എടുത്ത് എല്ലാവരും സെൽഫിയൊക്കെ എടുത്ത് ഹാപ്പി ആയിട്ടാണ്. പിന്നെ ടോവിനോ കോടീശ്വരനാകാൻ പോകുന്ന അസുലഭ നിമിഷം എന്ന് പറഞ്ഞിട്ടൊരു കമന്റ്. ഞാൻ ആദ്യമായിട്ട് അവൻ അങ്ങനല്ല, കോടീശ്വരനെ ഒരു ലക്ഷപ്രഭു ആക്കണമെന്നായിരുന്നു. അതും അങ്ങനെ സംഭവിക്കട്ടെ, ആണല്ലോ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ. ഓക്കെ, നമ്മൾ സുരേഷ് ചേട്ടനെ കുറിച്ച് കുറേ പറഞ്ഞു. നമുക്ക് സുരേഷ് ചേട്ടനെ ഇവിടെ ക്ലബ് FM-ൽ ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കണം. ഞങ്ങൾ നോക്കിയിട്ട് നടക്കുന്നില്ല, ഒരു ഇൻ്റർവ്യൂ ഒപ്പിച്ച് തരണം. വിളിച്ച് നോക്കാം.
സുരേഷ് ചേട്ടനെ വിൽക്കുവോ എല്ലാരും? ഇപ്പൊ ജഡ്ജി ആയിട്ട് വന്നു ഞാൻ നമ്പരൊക്കെ. സത്യത്തിലൊരു കള്ളം വിളിക്കുമ്പോ ആലോചിച്ചേ, എന്നെ പറ്റിയാണല്ലോ ഈ പറയുന്നത്. കൊള്ളാം, മിടുക്കൻ. സുരേഷ് ചേട്ടന് ഇപ്പൊ ഇതായിരിക്കും വിചാരിക്കുന്നത്, കള്ളന്മാരോ എങ്ങാനും വിളിക്കുവാണെങ്കിൽ സിജു സണ്ണി കോളി എടുക്കുമെന്ന് തോന്നുന്നില്ല. ചേട്ടാ എവിടെ? ഞങ്ങൾ നിന്റെ ക്ലബ് ഫമ്മിൽ ഇന്റർവ്യൂല് വരുന്നില്ലേ? ആ ആ നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം ചെയ്തോ, അവിടെ ക്യാമറ സ്റ്റാർട്ട് ചെയ്തോ. ആ ആ സ്റ്റാർട്ട് ചെയ്തു. ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ, ഇവിടെ ഉണ്ട് ഞങ്ങളെല്ലാരും കേട്ടോ. ശരി ശരി. ആ മൂന്നാമത്തെ സ്റ്റാർട്ടിലുണ്ടല്ലോ. സ്റ്റാർട്ട് ചെയ്തോ. ഇന്ന് ലേറ്റ് ആയി, കാരണം എനിക്ക് എന്തോ പരിപാടിയുണ്ട്. ഇപ്പോൾ പൊതുവെ ഫിലിം സ്കൂൾസിലൊക്കെ പറയും, നമ്മൾ സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ടെക്സ്റ്റ്, സബ് ടെക്സ്റ്റ് ഇതൊക്കെയാണ് ആക്ടേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നത്. ബേസിൽ ബ്രോ ഡയറക്ടറുമാണ് ആക്ടറുമാണ്. അപ്പോൾ ഇത് ഡയറക്ടറായിരുന്ന സമയത്ത്, ഇപ്പോൾ ടോവിക്ക് കൊടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ സബ് ടെക്സ്റ്റും കാര്യങ്ങളും പുള്ളിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ആക്ടറായിരുന്ന സമയത്ത് ആ പ്രോസസ്സ് അതുപോലെ തന്നെ ഫോളോ ചെയ്യാറുണ്ടോ? അങ്ങനെ ഭയങ്കര ടെക്നിക്കലി ഡിഫൈൻ ചെയ്തിട്ടൊന്നും അതിനെ, നമ്മളൊരു സ്ക്രിപ്റ്റ് കഥ പറയുന്നു, അതിലെ ക്യാരക്ടർ, അയാളുടെ ഡീറ്റെയിലിംഗ്, അയാൾ എന്തൊക്കെയാണ്, അയാളുടെ ലേയേഴ്സ്, ബാക്ക് സ്റ്റോറി എന്തൊക്കെയാണ്, അയാൾ എന്തൊക്കെ ഇമോഷൻസാണ് ക്യാരി ചെയ്യുന്നത്, അയാൾ മൊത്തത്തിൽ അയാളുടെ അങ്ങനെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു സംസാരങ്ങളുണ്ട്. അല്ലാതെ നമ്മളൊരു ഭയങ്കര ടെക്നിക്കലി അതിനെ ഒരു ടെക്സ്റ്റ്, സബ് ടെക്സ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ വേർതിരിച്ച് എന്തൊക്കെയാണ് കൃത്യമായിട്ട്, അങ്ങനൊന്നും ഇവിടെ സിനിമകളൊന്നും അങ്ങനെയൊന്നും അല്ല നടക്കുന്നത്. എല്ലാവരും വളരെ അതിനൊരു വേറൊരു രീതി, വളരെ ഓർഗാനിക്കായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അല്ലാതെ ഭയങ്കര ടെക്നിക്കലി അല്ല സിനിമകളൊന്നും നടക്കുന്നത്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും കഥകൾ കേൾക്കുമ്പോഴാണെങ്കിലും അങ്ങനെ വേർതിരിവുകൾ ടെക്നിക്കാലിറ്റീസിലൂടെ ഒന്നുമല്ല കാണുന്നത്. മൊത്തത്തിലുള്ള കഥ, ആ കഥയ്ക്ക് നമുക്ക് ക്യാരക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ഉണ്ടോ എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അകത്ത് നോക്കുന്നത്. ആസ് എ സിനിമ അത് വർക്കാവണം എന്നുള്ളതാണ് പ്രൈമറി. നമ്മൾ എത്രമാത്രം ഉണ്ട്, നമ്മൾ എത്രയുണ്ടെന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് സിനിമ നല്ല സിനിമയാണോ, നല്ല സിനിമ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എങ്ങനെയാണ് അതിൻ്റെ അകത്ത് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് പ്രൈമറിലി നോക്കുന്നത്. അതിപ്പോൾ ഡയറക്റ്റ് ചെയ്യുമ്പോഴാണെങ്കിൽ അങ്ങനെ നല്ല സിനിമയാണെന്നുണ്ട്, ആ ക്യാരക്ടർ നമ്മൾ ഒരാളെ അപ്രോച്ച് ചെയ്യുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളതായിട്ട് വേണമല്ലോ അങ്ങോട്ട് ചെല്ലാൻ. അല്ലാതെ വലിയൊരാളുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ, അല്ലാതെ അയാളുടെ അടുത്ത് ചെല്ലുന്നത് അത്ര ശരിയല്ല. അല്ല, ഇപ്പം ഞാൻ ചോദിക്കാൻ കാരണം വെച്ചാൽ ഇപ്പോൾ പാൽത്തു ജാൻവറിലും ഇപ്പോൾ പൊന്മാനിലൊക്കെ തന്നെ ഈ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സീൻസ് രണ്ടിലും ഉണ്ട്. പക്ഷേ ഭയങ്കര ഡൈനാമിക്സ്, ഭയങ്കര വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. ആസ് എൻ ആക്ടർ ഭയങ്കര വ്യത്യാസം കാണാൻ പറ്റും. ഇപ്പോൾ നോർമലി അതിന് ചെയ്യുമ്പോഴത്തേനും റിപ്പീറ്റീഷൻ വരരുത്, അല്ലെങ്കിൽ ഇതിന് വേറെ ക്യാരക്ടറാണ്. അപ്പോൾ അതിന് ബിഹൈൻഡായിട്ട് എന്തെങ്കിലും ഹോംവർക്കോ കാര്യങ്ങളോ, അതാണ് ഞാൻ എടുത്ത് ചോദിച്ചത് ഈ സബ് ടെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും. അതിൻ്റെ ബേസിക്, അതിൻ്റെ ഒരു 50% ക്രെഡിറ്റ് അതിൻ്റെ റൈറ്റിങ്ങിനാണ് ബേസിക്കലി. അപ്പോൾ അവർ ഇപ്പോൾ പൊന്മാനാണെങ്കിൽ അതിൻ്റെ ബുക്കിൽ തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള ഡീറ്റെയിലിംഗ് ഉണ്ട്. ആ സിനിമയെക്കുറിച്ചും ആ ക്യാരക്ടറിനെ കുറിച്ചും അയാളുടെ പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ ഭയങ്കരമായിട്ടുള്ള ഡീറ്റെയിലിംഗ് ഉണ്ട് ആ നോവലിൽ. ലിറ്ററേച്ചറിൻ്റേതായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ. നമ്മളൊരു നോവൽ വായിക്കുമ്പോൾ ഭയങ്കര ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കുമല്ലോ. അപ്പോൾ ആ അഡ്വാൻറ്റേജ് ഉണ്ട് എന്തായാലും. ഇപ്പം നമ്മൾ ചില സീരീസ്, ഒരു സിനിമയും സീരീസും എടുത്ത് കമ്പയർ ചെയ്താൽ സീരീസിലെ ക്യാരക്ടേഴ്സിന് ഭയങ്കര ഡെപ്ത് ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം സീരീസ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് എ ബുക്ക്. കാരണം ബുക്കിൽ നമ്മൾ ആഴ്ന്നിറങ്ങാൻ പറ്റുന്ന അത്രയും സമയവും നമുക്ക് സീരീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഒരു ക്യാരക്ടേഴ്സിൽ. അപ്പോൾ അത് കാരണം പല ലെയേഴ്സിലേക്കും ക്യാരക്ടേഴ്സിൻ്റെ ഡെപ്തുകളിലേക്കും പോകാൻ പറ്റാറുണ്ട്. അപ്പോൾ സിനിമയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ അത് കുറവായിരിക്കും. കാരണം 2 മണിക്കൂറിൽ തീരുന്ന പോലെ വേണമല്ലോ. മറ്റേത് പക്ഷേ ബുക്കിൽ നിന്ന് സിനിമ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസമുണ്ട്. കാരണം ഓൾറെഡി ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇതിനെ പിന്നെ 2 മണിക്കൂറിലേക്ക് ചുരുക്കുവാണല്ലോ. അപ്പോൾ ആ ഡീറ്റെയിലിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് അഭിനയിക്കുമ്പോഴും എല്ലാവർക്കും ആ അഡ്വാൻറ്റേജ് ഉണ്ട്. ഡയറക്ടർക്കാണെങ്കിലും എല്ലാവർക്കും ഒരു ബൈബിൾ നമ്മുടെ കയ്യിലുണ്ട് എല്ലാത്തിനെ കുറിച്ചുള്ള മൊത്തത്തിലുള്ളൊരു ബൈബിൾ. അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം അങ്ങനത്തെ സിനിമകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ക്യാരക്ടേഴ്സും ബെറ്റർ ആവും. തീർച്ചയായിട്ടും അതൊക്കെ കൂടുതൽ റൈറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് ആണ് ബേസിക്കലി. പൊന്മാൻ ഇപ്പോൾ ബേസിക് ഡയറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ അജേഷായിട്ട് ആരെ കാസ്റ്റ് ചെയ്യും? ഞാനാണ് ഡയറക്റ്റ് ചെയ്യുന്നതെങ്കിൽ
അജേഷായിട്ട് അതെ ഞാൻ തന്നെ ഇത്ര നല്ല റോള് വേറെ ആർക്ക് കൊടുക്കണം? ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. ഓരോ ആൾക്കാർക്കും ഓരോ ചിലപ്പോൾ ഒരു ഭയങ്കര ഹീറോ സ്പേസിൽ നിൽക്കുന്ന ഒരാൾ ചിലപ്പോൾ ചെയ്യില്ലായിരിക്കും. കാരണം അയാൾ ചിലപ്പോൾ ഒരു വില്ലനെ എടുത്ത് ഇടിക്കും എന്നൊക്കെ നമുക്കൊരു തോന്നൽ എപ്പോഴും ആദ്യമേ ഉണ്ടാവുമായിരിക്കും. ഭയങ്കര അങ്ങനെ ഒരു ഫിസിക്കാലിറ്റി ഇല്ലാത്ത ഒരാളെ ആയിരിക്കും ചിലപ്പോൾ എന്തായാലും കാസ്റ്റ് ചെയ്യുക. ഇയാൾ ചിലപ്പോൾ അവസാനം വില്ലനുമായിട്ട് ഫൈറ്റ്, വില്ലനെ തോപ്പിക്കും എന്ന് നമുക്ക് തോന്നാത്ത ഒരാളായിരിക്കും എന്തായാലും കാസ്റ്റ് ചെയ്യപ്പെടുക. അപ്പം അങ്ങനെ ഒരു കാറ്റഗറിയിൽ ഒരാളാരായിരിക്കും എന്ന് എനിക്ക് പെട്ടെന്ന് ആലോചിക്കുമ്പോൾ കിട്ടുന്നില്ല. ഇനി നമുക്ക് ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്നൊരു ക്വസ്റ്റ്യൻ സെക്ഷൻ. എൻ്റെ പേര് ജ്യോതിഷ് എന്നാണ്. അപ്പോൾ ഈ ഡയറക്ഷൻ അഭിനയത്തിന് ചെറിയ ബ്രേക്ക് കൊടുത്ത് വീണ്ടും ഡയറക്ഷനിലേക്ക് വരുന്നെന്ന് അറിഞ്ഞു. അപ്പോൾ ഏതാണ് അടുത്ത ചിത്രം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്? അത് മിന്നൽ മുരളി 2 ആണോ അതോ മറ്റൊരു ചിത്രമാണോ എന്നാണ്? മിന്നൽ മുരളി 2 അല്ല, വേറൊരു സിനിമയാണ്. അതിൻ്റെ എഴുത്തൊക്കെ നടക്കുന്നു. അതിങ്ങനെ തീരുമാനമായി വരുന്നേ ഉള്ളൂ. വലിയൊരു സിനിമ ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിന് അതിൻ്റേതായിട്ടുള്ള സമയമെടുക്കും. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വലിയതാവുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള സമയതാമസങ്ങളുണ്ടാവുമല്ലോ. നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള സാഹചര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള സമയം എടുക്കുന്നുണ്ട്. 1-2 സിനിമ ചെയ്യാൻ ശ്രമിച്ചു. അത് പല കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോയി. അതും വലിയ സിനിമകൾ തന്നെയായിരുന്നു. അപ്പോൾ വേറെ ഒരെണ്ണം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതെങ്കിലും നടക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ആ ശ്രമങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ബ്രേക്ക് എടുക്കുന്നത്. അത് തീരുമാനമായി കഴിഞ്ഞിട്ട് വേണം ബാക്കി ഇനി അഭിനയിക്കുന്ന എങ്ങനെയാണ് ഏത് സ്പേസിൽ അഭിനയിക്കണം എന്നൊക്കെയുള്ള തീരുമാനം എടുക്കാൻ. ഒരു ചോദ്യം കൂടെ, ഈ ടൊവിനോയെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടിയാണോ സുരേഷേട്ടനെ ഇതിലേക്ക് വന്നത്? അല്ലയോ ടൊവി ആരാണ് ആദ്യം സിനിമയിലേക്ക് എൻട്രി ചെയ്തതെന്ന് അറിയാം? ആരായിരുന്നു ആദ്യം എൻട്രി ചെയ്തത്? ആദ്യം പ്രൊഡ്യൂസറാണ് ആദ്യം എൻട്രി ചെയ്യുന്നത്. ടൊവിനോ ആദ്യം കൺവിൻസ്ഡ് ആവുന്നു. എന്നിട്ട് ടൊവിനോ ആണ് സുരേഷ് ചേട്ടനെ കൺവിൻസ്. അതെ അതെ. ബിസ്നേട്ടാ നമസ്കാരം. നമസ്കാരം. ബിസ്നേട്ടാ, ഞാൻ ചോദിക്കാനുള്ളത്, ഒരു റിലീജിയസ് ഫാമിലിയിൽ നിന്ന് വന്ന ഒരാൾ, അച്ഛനാണ് പ്രീസ്റ്റ്. അപ്പം അപ്പൂപ്പനാകെ കണ്ടിട്ടുള്ള ഒരേ ഒരു സിനിമ എന്ന് പറയുന്നത് സത്യൻ അഭിനയിച്ച ജീവിതാനൗക മാത്രമാണ്. അതുപോലെ തന്നെ ഈസ്റ്ററിന് ഒക്കെ 50, 60 അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് സിനിമകളൊക്കെ ഇറങ്ങുന്ന സമയത്ത് അമ്മയെ ഞാനൊരു സിനിമയ്ക്ക് പൊക്കോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ പോലെ നീ ഒരു പ്രീസ്റ്റിൻ്റെ മോനാ, നീ ഒരിക്കലും സിനിമ കാണാനൊന്നും പോവല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു പയ്യൻ ഇപ്പം ഈ ഒരു രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം തൻ്റെ അമ്മയുടെ അച്ഛനെന്ന് പറയുന്നത് നല്ലൊരു തമാശക്കാരനാണ്. കബി ഗംഭീര ശാഖ ഗുലുഗുലു എന്നൊക്കെ പറയുന്നത് ഞാൻ പണ്ട് ആസാമിലായിരുന്നു എന്നൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾ. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, അദ്ദേഹം ഒരു നാടകക്കാരനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രചോദനം ബേസിലാണ്ട് സിനിമയിലെ അഭിനയത്തിന് എപ്പോഴെങ്കിലും പ്രചോദനമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പം വലിയൊരു നടനുള്ള രീതിയിൽ എത്തുമ്പം ആ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പം ഇപ്പം എന്ത് ഫീൽ ചെയ്യുന്നു? ചെറിയ ചോദ്യം. അല്ല, അതിന് ഭയങ്കര ട്രാൻസിഷനാണ്. ഇത് ആരും പ്രതീക്ഷിച്ചതല്ല, ഞാനും പ്രതീക്ഷിച്ചതല്ല, എൻ്റെ ഫാമിലിയും പ്രതീക്ഷിച്ചിട്ടില്ല, റിലേറ്റീവ്സോ സുഹൃത്തുക്കളോ ആരും പ്രതീക്ഷിക്കാത്ത ഒരു പോയിന്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇതെല്ലാം പ്ലാൻ ചെയ്ത് വന്നതാണ്. ഇതെല്ലാം സ്വപ്നം കാണുന്നതിൻ്റെ അപ്പുറത്തായിരുന്നു ഇതെല്ലാം. അപ്പം അതുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നത് നമുക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അതിൻ്റേതായിട്ടുള്ള നമുക്കും ബാക്കിലേട്ട് ആലോചിക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര എന്താ പറയുക, ഒരു ഫാസിനേഷനുണ്ട് തീർച്ചയായിട്ടും ആ ഒരു ട്രാവൽ എന്ന് പറയുന്നത്. പിന്നെ ഗ്രാൻഡ് ഫാദറിൻ്റെ കാര്യം പറഞ്ഞാൽ അദ്ദേഹം ഈ പറയുന്ന തമാശയൊക്കെ അങ്ങനത്തെ കഥകളൊക്കെ പറയുന്ന കുഞ്ഞിത്തൊമ്മൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരാൾ, സാക്ഷാൽ കുഞ്ഞിത്തൊമ്മൻ എന്നായിരുന്നു അദ്ദേഹത്തിന് നാട്ടുകാരൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം ഒരു ഭയങ്കര തമാശയൊക്കെ പറയും, ഇങ്ങനെ കവലയിലൊക്കെ ഇരുന്ന ആൾക്കാരെ രസിപ്പിക്കുന്ന ഒരാൾ. എൻ്റർടൈനറാണ് ബേസിക്കലി, പഴയ കാലത്തെ എൻ്റർടൈനറാണ് ഭയങ്കരമായിട്ട്. നാടകത്തിനൊക്കെ പോകും. അതെന്നെ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്ത്, ഞാൻ ചെറുതായപ്പോൾ തന്നെ അദ്ദേഹം മരിച്ചുപോയി. ഞാൻ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ. അപ്പോൾ അത് ഞാൻ അദ്ദേഹത്തിന് ഇൻസ്പയർ ചെയ്യാനുള്ള, പക്ഷേ മേ ബി ജീൻസിലുണ്ടാവും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ. പുള്ളി ഈ പറഞ്ഞ പണ്ട് ഞാൻ ആസാമിലായിരുന്ന കാലം, പുള്ളി ആസാം പോലും കണ്ടിട്ടില്ല. അപ്പോൾ അത് ഭയങ്കര സംസ്കൃതം ഭയങ്കര നോളജ് ഉണ്ടായിരുന്നു. കുറേ ട്രാവൽ ചെയ്യുമായിരുന്നു. അന്നേ പല സ്ഥലത്തും ഇതുപോലെ പല രീതിയിലൊക്കെ ഉള്ള ട്രാവൽ പുള്ളി ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ ഭയങ്കര എക്സ്പോഷറൊക്കെ ഉള്ളൊരു മനുഷ്യനായിരുന്നു. വയനാട് മാനന്തവാടിക്ക് അടുത്തായിരുന്നു വീട്. എന്നാൽ പോലും പുള്ളി ഇന്ത്യയിൽ പല സ്ഥലത്തും സഞ്ചരിച്ചിട്ടുണ്ട്, നാടകത്തിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ല എക്സ്പോഷർ കിട്ടിയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ കുറേയൊക്കെ ക്വാളിറ്റീസ് നമുക്ക് ആ പറയുന്ന ജീൻസിൽ ഉണ്ടാവുമായിരിക്കും.
പിന്നെ ബാക്കി എന്താ ഈ ട്രാൻസിഷൻ സന്തോഷമുണ്ട്. അന്ന് വേറെ വലിയൊരു ട്രാൻസിഷൻ ഇപ്പോൾ അന്ന് ഈ പറയുന്ന നോമ്പിൻ്റെ സമയത്ത് സിനിമയ്ക്ക് പോകാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ സിനിമ തിയേറ്ററിൽ സിനിമ കാണുന്നതെന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരുന്ന ഒരു ആൾക്കാരാണ് മൊത്തത്തിൽ. അപ്പോൾ അവരെല്ലാം എല്ലാ ദിവസവും അല്ല എല്ലാ മാസവും ഒരു സിനിമയെങ്കിലും കാണുന്നുള്ള ഒരു പോയിന്റിലേക്ക് അവരെല്ലാവരും മാറിയിട്ടുണ്ട്. എല്ലാവരും സിനിമയായിട്ട് ഭയങ്കര ക്ലോസായി മാറി എല്ലാ ആൾക്കാരും. ഇപ്പം എല്ലാ ആഴ്ചയിൽ തന്നെ സിനിമയ്ക്ക് പോകുന്ന അപ്പോൾ രണ്ട് കാര്യം കൂടെ ചോദിച്ചോട്ടെ പെട്ടെന്ന്. നമ്മുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കുക. മിമിക്രി എനിക്ക് ഒരുപാട് അറിയത്തില്ലെങ്കിലും മോഹൻലാൽ അല്ലെങ്കിൽ സുരേഷ് ഗോപി അങ്ങനെയുള്ളവർ വീട്ടിലെ പട്ടികളെ ഞാൻ അനുകരിച്ച് കാണിക്കുമെന്ന് പറയുന്നുണ്ട്. അത് അതിനെക്കുറിച്ച് അല്ല, അതൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ പറയുന്ന വീട്ടുകാർ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മുടെ കലാവിരുദ്ധകൾ പ്രകടിപ്പിക്കുന്ന ഒരു 10 മിനിറ്റ് ഉണ്ടാവുമല്ലോ. ആ സമയത്ത് എൻ്റെ ചില നമ്പറുകളൊക്കെ ആയിരുന്നു. മറ്റേ സിനിമാക്കാരുടെ വീട്ടിലെ പട്ടികളുടെ സൗണ്ട് തൊട്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ എൻ്റെ അച്ഛനെ തന്നെ മിമിക്രി ചെയ്യുമായിരുന്നു. അച്ഛൻ കുർബാന വല്ലുന്നത് മിമിക്രി ചെയ്യുമായിരുന്നു. അതൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ അങ്ങനെ. ഒരു ചോദ്യം കൂടെ. വയനാട്ടിലാണല്ലോ ബേസിലാണ് ജനിച്ചത്. ഓക്കെ, അപ്പം വയനാട്ടിൽ അങ്ങനെ ഒരുപാട് സിനിമകളൊന്നും നടന്നിട്ടില്ല. ആകെയുള്ള ഒരേ ഒരു നടൻ അബൂ സലീമാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അതിലേക്ക് അതുപോലെ തന്നെ ഒരു പുതിയൊരു നടനായ ബേസിലാണ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്ത് തോന്നുന്നു? ഇപ്പോൾ വയനാട് നിന്ന് ഇഷ്ടം പോലെ സിനിമയിലുള്ള ആൾക്കാരുണ്ട് ആക്ച്വലി. ഇപ്പോൾ സണ്ണി വെയിനുണ്ട്, പിന്നെ അനു സിത്താരയുണ്ട്, മിഥുൻ മാനുവൽ തോമസ് ഉണ്ട്, പിന്നെ നമ്മുടെ എസ്തേർ എന്ന് പറഞ്ഞ ആക്ട്രസ് ഉണ്ട്. അപ്പോൾ ഇപ്പം അങ്ങനെ ഒരു റീജിയണൽ ബാരിയേഴ്സ് ഒന്നും ഇല്ല ബേസിക്കലി. അതൊക്കെ മാറി. ഇപ്പോൾ വയനാട് ഇഷ്ടം പോലെ സിനിമ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. എനിക്ക് ഒരുവിധപ്പെട്ട കുറേ സിനിമകൾ വയനാടാണ് ഷൂട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ എല്ലാ സമയത്തും ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറയുന്ന പോലത്തെ രീതിയിലാണ്. ഇപ്പം മറ്റേ സിനിമയുടെ ഷൂട്ട് അവിടെ നടപ്പുണ്ട്, ആ സിനിമയുടെ ഷൂട്ട് ഇവിടെ നടപ്പുണ്ട്. ഒരു സമയത്ത് വയനാട് ചുരം കയറി ആരും വരാനുള്ള ബുദ്ധിമുട്ടുകളാണ് ബേസിക്കലി സിനിമ ഷൂട്ടിംഗ് നടക്കാതിരുന്നത്. ലോജിസ്റ്റിക്സ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് എല്ലാവരും ട്രാൻസ്പോർട്ട് ചെയ്ത് അവിടം വരെ എത്തിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ. അങ്ങനെ അപ്പോൾ അത് കാരണം അതിന് രാശിയില്ല എന്നൊക്കെ പേരിട്ടിട്ട് അങ്ങോട്ട് ഷൂട്ട് കൊണ്ടുപോകാതിരിക്കുക എന്നുള്ള രീതിയിലായിരുന്നു മാക്സിമം ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ പിന്നെ ട്രാൻസ്പോർട്ടേഷൻ അതിനി പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സിനിമ ഷൂട്ടിംഗ് അവിടെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതൊക്കെ മാറി, ബാരിയേഴ്സ് എല്ലാം മാറി. ഇപ്പോൾ എല്ലാവർക്കും എവിടെ നിന്നിട്ട് വേണമെങ്കിലും, പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് ഇന്ന സ്ഥലത്തു നിന്നുള്ള ഒരാളെന്നൊന്നും ഇല്ലല്ലോ. ആർക്കും എവിടെ നിന്നിട്ട് വേണമെങ്കിലും റീൽസ് ചെയ്യാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കാം, പ്ലാറ്റ്ഫോംസ് ആയിട്ട് ഉപയോഗിക്കാം അവരവരുടെ ടാലൻസ് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. യൂട്യൂബോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഏത് മീഡിയ ആണെങ്കിലും അതിനൊരു റീജിയണൽ ബാരിയർ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അതൊരു പ്രസക്തിയില്ല അങ്ങനൊരു റീജിയണിൻ്റെ. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ വയനാട് നിന്ന് വരുന്നുണ്ട്. ഒരുപാട് ടെക്നീഷ്യൻസും സിനിമയിൽ തന്നെ നമ്മൾ മുമ്പിൽ സ്ക്രീനിൽ കാണുന്ന അല്ലാതെ ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്, അല്ലാതെ ക്യാമറാമാനുണ്ട്, അല്ലാതെ ഒരുപാട് പേര് വയനാട് നിന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല ആക്ച്വലി. ബേസിലേട്ടാ ഒരു സംശയമാണേ. അതായത് ഒരു ഡയറക്ടർ എന്ന നിലയിൽ ഒരു ആക്ടറായി വളരാൻ എത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? നമ്മളിപ്പോൾ കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ചാർലി ചാപ്ലിൻ അല്ലെങ്കിൽ ഓർസൺ വെല്ലസ് അല്ലെങ്കിൽ പ്രദീപ് രംഗനാഥൻ. അപ്പോൾ അത് ബേസിലേട്ടനെ പേഴ്സണലി അതെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഡയറക്ടർ? അല്ല, അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. നമുക്ക് ഡയറക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ എപ്പോഴും ഒരു എന്തെങ്കിലും ഒരു ബ്രെയിൻ സ്റ്റോമിങ് അവിടെ നടക്കുന്നുണ്ടാവും. അത് ഓഫാക്കി വെക്കാൻ പറ്റില്ല. അതാണ് മേജർ ഹൈ എന്ന് പറയുന്നത്. അതാണ് ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റുകൾ, ആ ഒരു തോട്ട് പ്രോസസ്സുകളുമാണ്. അതപ്പോൾ സിനിമ കാണുമ്പോഴും അല്ലെങ്കിൽ പാട്ട് കേൾക്കുമ്പോഴും എല്ലാം അതിനെക്കുറിച്ചുള്ള ആലോചനകളും ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമല്ലോ. അത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് ഓഫാക്കി വെക്കുക, കഴിഞ്ഞ് കുറച്ച് നേരം വിശ്രമിക്കുക, അങ്ങനെയൊന്നുമില്ല. വിശ്രമവും വെക്കേഷനും എല്ലാം ആ ജോലി കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ അതിനെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു മൈൻഡ് സ്പേസിൽ പുതിയ സിനിമയുടെ സ്ക്രിപ്റ്റുകളോ അല്ലെങ്കിൽ പുതിയ കഥകളോ കേൾക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ്സ് വരുന്നതുകൊണ്ടായിരിക്കാം. എനിക്കതിന് കൃത്യമായിട്ടുള്ളൊരു എന്താണ് അതിനൊരു മോഡൽ എന്നൊന്നും എനിക്ക് പറയാറിഞ്ഞൂടാ. അത് എല്ലാ കാലത്തും അത് ശരിയായിരിക്കണമെന്നും പറയാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരാണ്, അതിൻ്റേതായിട്ടുള്ള തെറ്റുകളും പിഴവുകളും ജഡ്ജ്മെൻറ്റിലുള്ള പാളിച്ചകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അത് ഇതുവരെ ഉള്ളത് ശരിയായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കാനുള്ള ശ്രമങ്ങൾ നടത്താമെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ അതിന് വേണ്ടിയിട്ട് ആക്റ്റീവായിട്ട് അതിന് വേണ്ടിയിട്ട് അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് എൻ്റെ റുട്ടീൻ്റെ ഭാഗമാണ്. സിനിമ കണ്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഡിസ്റ്റർബ്ഡ് ആവും, ഫ്രസ്ട്രേറ്റഡ് ആവും. സിനിമ കാണാൻ പറ്റുന്നില്ല, കൃത്യമായിട്ട് സിനിമ കാണാൻ പറ്റുന്നില്ല. ഡെയിലി സിനിമ കാണണം, അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് എന്തെങ്കിലും വായിക്കുകയോ പഠിക്കുകയോ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയെ എന്നാലേ അതാണ് ഏറ്റവും ഹൈ. അപ്പോൾ
അതെപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിടത്തോളം കുറച്ചുകൂടെ ബെറ്റർ ഒരു സെൻസിബിലിറ്റിയും ജഡ്ജ്മെൻറ്റ്സും ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മാക്സിമം പറ്റാവുന്നത്രയും കാലം അത് ചെയ്യണം എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എത്ര തിരക്കുണ്ടെങ്കിൽ പോലും കുറച്ച് സമയം ഒരു അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം, ഒരു ലേണിങ്ങിന് വേണ്ടി മാറ്റി വെക്കണം എല്ലാ ദിവസവും എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ അത് എന്തോ അന്ന് ഫുഡ് കഴിക്കാത്ത പോലത്തെ ഫീലാണ്. രണ്ടുപേരോടും കൂടിയിട്ടാണ്. ഇപ്പോൾ ഇതിലത്തെ പ്രൊഡ്യൂസർ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും ആക്ടർ ആണെങ്കിലും ക്യാമറയുടെ ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും സീൻ എടുക്കുമ്പോഴൊക്കെ ഒരു ചെറിയ ക്ലാഷ് പോലെ, കാരണം എല്ലാവർക്കും ഇൻപുട്ട് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ പ്രൊഡ്യൂസർക്കാണെങ്കിൽ ആക്ടിങ്ങിൽ എന്തെങ്കിലുമൊക്കെ ഇൻപുട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ആക്ടർക്ക് ആണെങ്കിൽ ഡയറക്ഷനിൽ ചെറിയ ഇൻപുട്ട്. അപ്പോൾ അങ്ങനെ വല്ല ക്ലാഷ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. പ്രൊഡ്യൂസർ അതിനെ വല്ലപ്പോഴൊക്കെ തെറ്റിൽ വരുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു എന്തെങ്കിലും കമൻറ്റ് പറയാനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടില്ല. കമൻറ്റ് പറഞ്ഞാൽ തന്നെ ഓടിയും. അങ്ങനെ പ്രൊഡ്യൂസർ എന്നുള്ള വിലയൊന്നും കൊടുക്കൂല, പ്രത്യേകിച്ച് എൻ്റെ അടുത്ത്. പിന്നെ ഞാനാണെങ്കിലും അങ്ങനെ എന്നെ അധികമാരെ അടുപ്പിച്ചിട്ടില്ല. ബേസിക്കലി ഇതുപോലെ അപമാനിച്ച് പറഞ്ഞു വിടുക എന്നുള്ളതല്ലാതെ വേറൊരു രീതിയിലും അങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പിന്നെ മൂന്നാമത്തെ ഏതായിരുന്നു? ഇല്ല, ഒരെണ്ണം കൂടെ ഉണ്ട്. ഡയറക്ടർ ആക്ടർ. ഇല്ല, മൊത്തത്തിലില്ല. ബേസിക്കലി എന്തെങ്കിലും നമുക്ക് ഒരു കംഫർട്ടബിൾ സ്പേസിൽ എന്തെങ്കിലുമൊക്കെ സംസാരങ്ങൾ ഉണ്ടാവുക എന്നുള്ളതല്ലാതെ ലൊക്കേഷനിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ക്രിട്ടിക്കലായിട്ടുള്ള സമയങ്ങളിലൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. സ്മൂത്ത് അങ്ങനെ ഒരു മൂഡ് തന്നെയായിരുന്നു. എല്ലാ സിനിമയിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്ന സിനിമകൾ വളരെ കുറവാണ്. ബേസിക്കലി നമ്മൾ അതൊക്കെ കേട്ട് ഇവരിൽ കൺവിൻസ്ഡ് ആയിട്ടാണല്ലോ ആ സിനിമ കമ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ ആ കോൺഫ്ലിക്റ്റിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ വെരി ഫേവററ്റ് ആയിട്ടുള്ള ബേസിൽ ചേട്ടനും അതുപോലെ തന്നെ സിജി ചേട്ടനുമാണ്. മരണമാസമായിരിക്കട്ടെ എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. നമ്മളെല്ലാവരും ഫസ്റ്റ് തന്നെ എന്തായാലും പോയി കാണും. മരണമാസം കണ്ട് രോമാഞ്ചം വരട്ടെ. എന്തായാലും ഫ്രഷ് അവസാനം ഒരു സാധനം. പിന്നെ നിന്റെ വേറൊരു വാഴ അത് വെച്ച് കിട്ടിയില്ല. അത് ശ്രമിച്ചല്ലേ? രോമാഞ്ചമാവട്ടെ. കിട്ടട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു.